സാധ്യതയില്ലെന്ന് നിനക്കെതിരെ പിശാച് മന്ത്രിച്ച മേഖലകളിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവികമായ സാന്നിധ്യം തേജസ്സുകളിൽ നിന്റെ മേൽ ഇറങ്ങി വരികയാ. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച അന്യഭാഷകളിൽ അല്പസമയം അന്യഭാഷകളിൽ ദൈവജനം ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്, നിറയ്ക്കുന്നൊരു സാന്നിധ്യമുണ്ട്. ഇന്ന് മുതൽക്കാലം മൗനമായി നിൽക്കരുത്. യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഹല്ലേലൂയ. അവൻ പിശാചിന്റെ അമ്മിക്കരുകളെ അടിച്ച് ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം നീ അറിയാതെ നിന്റെ ശരീരത്തിൽ ഒരു ചൂടടയാളം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരപ്പെടേണ്ടതിന് ഹല്ലേലൂയ. യേശുവേ, ഇന്ന് പകൽക്കാലം ആത്മനിത്യത്തിനായി ആത്മനിയോഗത്തിനായി ഞാൻ അങ്ങേറ്റത്തിൽ താഴ്ത്തുകയാണ്. കർത്താവേ, അമ്മ ഒന്നും മറവായിരിക്കില്ല കർത്താവേ. ഞാൻ എന്റെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും, എത്ര പേർക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ കഴിയോ? ആമേ ഹല്ലേലൂയ. ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുക, ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുക, മനസ്സിനെ വിട്ടുകൊടുക്കുക, മനസ്സിനെ വിട്ടുകൊടുക്കുക. നിന്നെ തളർത്തിക്കളയുന്ന ഭാരങ്ങൾ, മാനുഷികമായ വാക്കുകൾ, ആമേ നിന്നെ വേദനിപ്പിച്ചവർ, നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചവർ ഇന്ന് മുതൽക്കാലം ഹല്ലേലൂയ നിന്റെ മുമ്പിൽ വഴിമാറുകയാ, വഴിമാറുകയാ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ വന്നത് ഒരു പരാജയത്തിന് വേണ്ടിയല്ല. അല്പകാലത്തെ കഷ്ടം നീ സഹിക്കേണ്ടി വന്നാൽ വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ നിന്റെ ചരിത്രം മാറും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ആമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫേ, 14 വർഷം കുണ്ടറയിൽ കിടക്കാനല്ലടാ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ രാജകീയമായ പദവിയോടുകൂടി നിന്റെ ഹല്ലേലൂയ സ്ഥാനം കൈക്കൊണ്ടെന്ന് ഹല്ലേലൂയ നിന്നെ മന്ത്രിയായി വാഴിക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുടുംബക്കാർ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തിയവർ, ഹല്ലേലൂയ സമൂഹം ഒറ്റപ്പെടുത്തിയവർ, ആമേ ജോലി സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടുകൾ അനുഭവിക്കേണ്ടി വന്നവർ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറകളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവേ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? ഇന്ന് പകൽക്കാലം യേശുവിനോട് പറ, യേശുവിനോട് പറ. ഒരു പാസ്റ്ററോട് പറഞ്ഞാൽ നടക്കത്തില്ല. നിന്റെ വിഷയം കർത്താവിനോട് പറ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വളരെ വേഗത്തിൽ അതിന്റെ മറുപടി വരാൻ പോവുകയാണ്, മറുപടി വരാൻ പോവുകയാണ്. നിന്റെ കണ്ണ് ചെന്നെത്തുവാൻ കഴിയാത്ത ഇടത്ത് കിടക്കുന്ന ചില വിടുതലുകൾ നീ നിൽക്കുന്നതിന്റെ കാഴ്ചവറ്റിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. യേശുവേ ആരാധനേ. ദൂതന്മാർ വാട്ടിടുന്നേ. യേശുവേ ആരാധനേ. ദൂതന്മാർ വാട്ടിടുന്നേ.
വരാം ദൈവസന്നിധിയിൽ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആറാമത്തെ പകലിലും കർത്താവിനെ ആരാധിപ്പാൻ തൻ്റെ മക്കളെ ദൈവോടെന്ന് ബലപ്പെടുത്തിയല്ലോ. വർഷിപ്പ് ചെയ്ത തൻ്റെ മകനിൽ കൂടി ദൈവമേ കർത്താവെ പകർന്നുകൊണ്ടിരുന്ന അഭിഷേകത്തിനായി സ്തോത്രം. അനേകർ ഇനിയും വരുവാനുണ്ടല്ലോ കർത്താവ്. വേഗത്തിൽ അവരെ കൂടെ ദൈവം കൂട്ടി വരുത്തുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചന സന്ദേശം ദൈവമേ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ കൃപ ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകൽക്കാലമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആമേ സ്തോത്രം. നാളെ ആമേ സ്തോത്രം 2 പേര് സ്നാനമെടുക്കാനുണ്ട്. നെയ്യാർ ഡാമിലാണ് സ്നാനം നടക്കുന്നത്. ആമേ ഈ മീറ്റിംഗ് കഴിഞ്ഞാലുടൻ സ്നാന ക്ലാസ് ഉണ്ടാകും. അതിനുവേണ്ടി ക്രമീകരിക്കപ്പെട്ട ദൈവദാസൻ വന്നുകൊണ്ടിരിക്കുന്നു. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ദൈവമക്കൾ അത് ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നാളെ ദൈവനെ ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് പത്തനംതിട്ട, കർത്താവിൻ്റെ അഭിഷിക്തനായിരിക്കും നാളെ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി ആമേ സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിക്കും. നാളത്തെ ഉച്ചഭക്ഷണം ആമേ ക്രമീകരിച്ചിരിക്കും ആമേ പൂഴുക്കുന്നിൽ നിന്നും ആമേ സ്തോത്രം ശശി ബ്രദറാണ്, കുടുംബമാണ് നാളത്തെ ഉച്ചഭക്ഷണം നേർച്ചയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ കുടുംബത്തെ കൂടി വഹിച്ച് നിങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നമ്മുടെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകലിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്താതെ നിങ്ങൾക്കറിയാം. എന്നാൽ പുതുമുഖങ്ങളായ അവർക്ക് അറിയത്തില്ലായിരിക്കും. ആമേ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ നടുവിൽ വന്ന് ശക്തമായ ദൈവിക ദൂതുകൾ ആമേ നമുക്ക് കൈമാറി കടന്നുപോയി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം യൗവന മക്കളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഭൃത്യനാണ്. നാലാഞ്ചിറയുടെ പ്രദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വയലിൽ ആമേ വിദേശത്തും ആമേ സ്തോത്രം അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലും ആമേ ഒരുപോലെ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ 5ാമത്തെ പകലിൽ വരാമെന്ന് സന്തോഷത്തോടെ അറിയിക്കുകയും കൃത്യസമയത്തിന് മുമ്പ് എത്തിച്ചേരുകയും ചെയ്ത കർത്താവിൻ്റെ അഭിഷിക്തദാസിന് സിനായ് ഗോസ്പൽ മിനിസ്ട്രി പേരുള്ള ഹർദ്ദമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി വേദനിക്കുന്നു. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തിപ്പിടിച്ച് 3 ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിൻ്റെ അഭിഷിക്തനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവകൃപയും ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ നല്ല പകലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ദൈവസഭയായി പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസം അല്ലേ പാസ്റ്റർ? 6ാമത്തെ ദിവസം ഈ പകലിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ക്രിസ്തുവിൽ ബഹുമാന്യനും ആദരണീയനും ഈ തലമുറയിൽ കർത്താവ് വളരെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ അഭിഷിക്തൻ പാസ്റ്റർ സുരൻ അവர்களോടുള്ള സ്നേഹവന്ദനത്തെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. പ്രിയ അഭിഷക്തരിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സീനായ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഈ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ആമേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ അഭിഷിക്തനെയും ശുശ്രൂഷകളെയും തലമുറകളെയും ആമേൻ എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ, നമ്മെ ആത്മാവിൽ പാടി നമ്മെ നയിച്ച ഈ തലമുറയിൽ യൗവനക്കാരുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ശരത് ബാലെ അവരുടെ ഓർത്ത് സ്തുതിക്കുന്നു. ഒത്തിരി വേദികൾ ഒരുമിച്ച് പങ്കിടുവാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകലിലും ഒരുമിച്ച് ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ പകലിലും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ മാന്യരായിട്ടുള്ള ദൈവജനത്തിനെയും വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ അറിയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുമെന്ന്? ആമേൻ. വളരെ വിശ്വാസത്തോടു കൂടി ആയിരിക്കാം. നിശ്ചയമായിട്ട് ദൈവാത്മാവ് നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കും. അഭിഷക്തൻ്റെ ആമേൻ പദങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി ദൈവവചനത്തിന് വളരെയധികം വില കൊടുക്കുന്നൊരു സഭയാണ്. വചനത്തിനകത്തൂടെയുള്ള വിടുതലുകൾ, വചനത്തിനകത്തൂടെയുള്ള സൗഖ്യങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം ഇന്ന് പകൽ എനിക്കുണ്ട്. നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വലിയ പരിഹാരമായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ
പരിചയമുള്ള ഒരു തിരുവചന ചിന്തയിലേക്കാണ് ഈ പകൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. ആ വാക്യം ഒരാളെന്താ വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. നമുക്ക് ഈ വചനത്തിലേക്ക് വളരെ ആഴമായിട്ട് പ്രവേശിക്കാം. സമയപരിമിതികൾ നമ്മുടെ നടുവിലുണ്ട്. എനിക്കറിയാം ശക്തമായ ചൂടൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് ഒട്ടും മുഖവര കൂടാതെ തന്നെ നമുക്ക് തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. വളരെ ശക്തമായ ആരാധനകൾ നടന്നതുകൊണ്ട് പിന്നെ ഇനിയൊരു പ്രാർത്ഥനയിലോട്ടോ ഒരു വർഷിപ്പിലോട്ടോ ഞാൻ നീങ്ങുന്നില്ല. നമുക്ക് തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ വായിക്കപ്പെട്ട തിരുവെടുത്ത് 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് വായിച്ചത്. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് എന്ത് ചെയ്യണം? പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം, അല്ലേ, 7 ദിവസം അവിടെ കാത്തിരിക്കണം. എവിടെ കാത്തിരിക്കണം? കുറച്ച് പറഞ്ഞേ. അയ്യോ, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഉഴപ്പിയിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കണം. 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഗിൽഗാലിൽ കാത്തിരിക്കണം. 7 ദിവസം ഗിൽഗാലിൽ കാത്തിരിക്കണം. ഈ വാക്യം ആരോട് പറഞ്ഞു? നമുക്കറിയാം. ആ വാക്യം വായിച്ചപ്പോൾ നീ എന്നും ഞാൻ എന്നും നിൻ്റെ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എഴുതിയിരിക്കുന്നത്. വ്യക്തികളുടെ പേരൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ആ വ്യക്തികളുടെ പേരൊന്ന് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച ആ വാക്യം. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. എന്നാൽ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗലാണ്. ആരാണ്? ശൗൽ. ശൗലായ നീ എനിക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ ശമൂവേലായ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് എന്ത് ചെയ്യണം? പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ശമൂവേലായ ഞാൻ നിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ശൗലായ നിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ശമൂവേലായ ഞാൻ ആമേൻ ശൗലായ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് ശൗലായ നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. 7 ദിവസം അവിടെ കാത്തിരിക്കണം. അപ്പോൾ ശമൂവേൽ എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ ശൗലിനോട് പറയുന്ന ഒരാലോചനയാണ്, ഒരു ദൈവശബ്ദമാണ്. നീ 7 ദിവസം അവിടെ ഇരിക്കണം, ഗിൽഗാലിൽ കാത്തിരിക്കണം. ശ്രദ്ധിക്കണം. ഈ ദൈവശബ്ദം എപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ശമൂവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തനായ പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ. ഈ 3 തലങ്ങളിൽ അറിയപ്പെട്ട, ഇസ്രായേലിൽ അറിയപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ആര്? ശമൂവേൽ. എന്നാൽ ശൗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട കീശിൻ്റെ മകനായ ശൗൽ, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ്. ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ശൗൽ, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ്. അപ്പോൾ ഈ പദം ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നു, നീ 7 ദിവസം ഇവിടെ കാത്തിരിക്കണം, ഗിൽഗാലിൽ കാത്തിരിക്കണം. ഈ പദം എപ്പോഴാണ് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് നീ 7 ദിവസം ഗിൽഗാലിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശൗൽ ഇസ്രായേലിൻ്റെ രാജാവായിട്ടില്ല. ആരായിട്ടില്ല? ഇസ്രായേലിൻ്റെ രാജാവ് ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവനാണ് സകല ജലത്തിൻ്റെയും ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ രാജാവാക്കിയിട്ടില്ല. എന്നാൽ അഭിഷേകത്തിൻ്റെ തൈലം തൻ്റെ മേൽ എന്ത് ചെയ്തു? വീണു. അഭിഷേകം തൻ്റെ മേൽ വീണു. എന്നാൽ രാജാവായി വാഴ്ച ഏറ്റെടുക്കുന്നതിന് മുമ്പും അഭിഷേകം വീണതിന് ശേഷവും നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ച ഈ വാക്യം. നീ 7 ദിവസം അവിടെ ഇരിക്കണം, ഗിൽഗാലിൽ അവിടെ കാത്തിരിക്കണം. നിനക്ക് രാജകസേരയിൽ ഞാൻ കയറ്റിയിരുത്താം, പക്ഷേ നീ രാജകസേരയിൽ കയറിയിരിക്കുന്നതിന് മുന്നമേ ഈ അഭിഷേകം നിൻ്റെ മേൽ വീണല്ലോ. ഒരു കാര്യം ചെയ്യണം, നിനക്ക് രാജാവായി കയറാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിൻ്റെ കരത്തിൽ കിട്ടി. നീ അതിനകത്ത് കയറിയിരിക്കുന്നതിന് മുന്നമേ, ഭരണം തുടങ്ങുന്നതിന് മുന്നമേ 7 ദിവസം ഇവിടെ കാത്തിരിക്കണം. കുറച്ച് പറഞ്ഞേ,
ഗിൽഗാലിൽ കാത്തിരിക്കണം. ഗിൽഗാലിൽ കാത്തിരിക്കണം. 7 ദിവസം ഗിൽഗാലിൽ കാത്തിരിക്കണം. ഈ ശൗലിനെ ശമൂവേൽ പ്രവാചകൻ ഗിൽഗാലിൽ കൊണ്ട് ഇരിക്കാൻ പറഞ്ഞത് ഒരു സസ്പെൻസ് കൊടുത്താണ് ഇരിക്കാൻ പറഞ്ഞത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കും. നമുക്കറിയാം, ശമൂവേൽ തൈലപാത്രം എടുത്ത് തൻ്റെ ശമൂലിൻ്റെ തലയിൽ ഒഴിച്ച് ചുംബിച്ച് അവനെ സകലത്തിൻ്റെയും അവൻ പ്രഭുവാക്കി അവൻ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തിട്ട് അടുത്ത് നമ്മളിങ്ങനെ ഈ ഒന്നാമത്തെ വാക്യം മുതൽ ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോഴാണ് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ നീ എനിക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഗിൽഗാലിൽ പോകണം. എന്ന് പറഞ്ഞാൽ നിന്നോടൊപ്പം ഞാൻ ഇപ്പോൾ അവിടെ വരത്തില്ല, ഗിൽഗാലിൽ വരത്തില്ല. നീ എനിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? പോകണം. നീ പോയിട്ട് നിനക്കവിടെ ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും നീ കഴിക്കണ്ട, അത് കഴിക്കാൻ ഞാൻ നിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? വരും. എന്നിട്ട് അടുത്ത് പറഞ്ഞ പദം കണ്ടോ? ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളാം. അപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. നീ 7 ദിവസം ഇവിടെ ഇരുന്നാൽ മതി. നിൻ്റെ അടുക്കൽ ഞാൻ വരും, ഹോമയാഗവും സമാധാനം കഴിക്കാൻ ഞാൻ എന്ത് ചെയ്യും? വരും. നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരും. അപ്പോഴും പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ നീ പോകുമ്പോൾ ഞാൻ പറഞ്ഞു വിടത്തില്ല, നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ നിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം. അടുത്ത പദം, 7 ദിവസം എവിടെയെങ്കിലും കാത്തിരുന്നാൽ പോരാ, പിന്നെ എവിടെ ഇരിക്കണം? ഗിൽഗാലിൽ കാത്തിരിക്കണം. മനസ്സിലായോ ഭാഗം? എവിടെ കാത്തിരിക്കണം? ഗിൽഗാലിൽ കാത്തിരിക്കണം. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ ഗിൽഗാലിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു സസ്പെൻസ് കൊടുത്താണ് പറഞ്ഞയക്കുന്നത്. തനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഗിൽഗാലിലിരിക്കുന്ന ശൗലിൻ്റെ അകത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. 7 ദിവസം കഴിഞ്ഞിട്ട് പ്രവാചകൻ എന്നോട് എന്താണ് പറയാൻ പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊരു ഭയങ്കര ഒരു സംഭവമാണല്ലേ. നമ്മളോട് ഒരു കാര്യം മുൻകൂട്ടി പറയാതെ നീ അവിടെ പോയിരിക്കും, ഞാൻ പിന്നീട് വന്നിട്ട് നിന്നോട് നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയാമെന്ന് പറയുമ്പോൾ ഈ ശമൂവേൽ പ്രവാചകൻ വന്ന് ശൗലിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വരെ തനിക്കെന്ത് കാണത്തില്ല? സമാധാനം കാണത്തില്ല. തൻ്റെ അകത്ത് മുഴുവൻ ചിന്തയായിരിക്കും, എന്താണ് പ്രവാചകൻ എന്നോട് പറയാമോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം പുള്ളിക്ക് ചെയ്യാനൊന്നും ഇല്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, നീ 7 ദിവസം അവിടെ കാത്തിരിക്കണം. എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, പറയും, ഈ കാത്തിരിക്കുന്നവർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് വല്ല ജോലിയുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ചുമ്മാ എന്ത് ചെയ്യണം? ഇരിക്കണം. പക്ഷേ പറഞ്ഞു, എവിടെ ഇരിക്കണം? ഗിൽഗാലിൽ കാത്തിരിക്കണം. എവിടെയെങ്കിലും കാത്തിരിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. കാരണം ഇന്നലെ വരെ നീ പല സ്ഥലങ്ങളിൽ ഓടി അലഞ്ഞ് അപ്പൻ്റെ കഴുതയെ തേടി അലഞ്ഞു തിരിഞ്ഞ് നടന്നവനാണ്. ഇനി നീ അലയണ്ട, നീ ഒരു 7 ദിവസം കൂടെ ഇരിക്കണം, ഗിൽഗാലിരിക്കണം. ഈ ഗിൽഗാലിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കണം, എവിടെയും പോയി ഇരിക്കരുത്, ഗിൽഗാലിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഇന്നലത്തെ പോലെയുള്ളൊരു വ്യക്തിയല്ല നീ. ഇപ്പോൾ നിന്നെ ഒരു പ്രത്യേകമായ നിയോഗത്തിന് വേണ്ടിയിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഈ അഭിഷേകത്തിൻ്റെ തൈലം നിൻ്റെ മേൽ വീഴുന്നതിന് മുമ്പ് ആയിരുന്നെങ്കിൽ നിനക്ക് എവിടെയും പോകാം, എവിടെയും ഇരിക്കാം, എവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. പക്ഷേ അഭിഷേകം അകത്തു വീണതുകൊണ്ട് എവിടെയും പോയി ഇരിക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവൻ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എവിടെയും ഇരിക്കാൻ പറ്റത്തില്ല. നീ 7 ദിവസം ഗിൽഗാലിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ പകൽ ഈ സീനായി ചർച്ചിനകത്ത് കാത്തിരിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കും. അഭിഷേകത്തിൻ്റെ തൈലമൊഴിച്ച് നിന്നെ മാറ്റിയിരുത്തിയിരിക്കുകയാണ്. എവിടെയും ഇരിക്കേണ്ട വ്യക്തിയല്ല, നിനക്ക് ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. കേൾക്കണം, നമ്മൾ ഈ പഴയ നിയമം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ എലീശ എന്ന് പറയുന്ന പ്രവാചകൻ വയലിനകത്ത് 12 ഏർക്കാളയുമായിട്ട് നിലം ഉഴുതുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അല്ലേ. താൻ വയലിനകത്തിങ്ങനെ നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏലിയ വന്ന് യാദർച്ഛികമെന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പുതപ്പെടുത്ത് എന്ത് ചെയ്തു?
കിട്ടു. പുതപ്പിടുമെന്ന് ഒരു മുൻ സൂചന പോലും എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. നമ്മളാണെങ്കിൽ ഒരു പുതപ്പിടുന്നതിന് മുന്നേ പോസ്റ്റൊക്കെ എന്ത് ചെയ്യും, അടിച്ചിറക്കും, നാളെ ഇത്രാം ദിവസം ഇന്ന മീറ്റിങ്ങിനൊക്കെ അത് പുതപ്പിടുമെന്ന്. പക്ഷേ യാദർച്ഛികം എന്നെ പുള്ളി ചിന്തിക്കാത്ത സമയത്ത് വയലിനകത്തും നിലം ഉഴുതുകൊണ്ട് നിൽക്കുമ്പോൾ പുതപ്പിട്ടു. ശ്രദ്ധിക്കണം, ഈ പുതപ്പ് എപ്പോൾ ഏലീശയുടെ മേൽ വീണു, ഈ വീണ പുതപ്പ് എടുത്തുകൊണ്ട് താൻ പിന്നെ വയലിനകത്ത് നിന്നില്ല, താൻ കാളയുടെ പുറകെ അല്ല നിന്നത്. പിന്നെ പുതപ്പാരാണോ ഇട്ടത് അവൻ്റെ പുറകെ ഓടി. ഹല്ലേലൂയ. പുതപ്പ് വീണ നീ ഇനി കാളയുടെ പുറകെ അല്ല, പുതപ്പ് വീണ നീ ഇനി വയലിനകത്തല്ല, പുതപ്പ് വീണ നീ ഇനി പ്രവാചകന്റെ പുറകെയാണ്. കാരണം ഈ പുതപ്പ് നിന്റെ മേൽ ഇട്ടത് ഒരു പ്രത്യേകമായ നിയോഗമുണ്ട്. ആരുടെ മേൽ വീണാൻ തോന്നാത്ത ഈ പുതപ്പ് നിന്റെ മേൽ ഏലീശ ഇട്ടത് നിന്നെ ഒരു അസാധാരണക്കാരനായി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുതപ്പ് വീണ് കഴിഞ്ഞാൽ, തൈലം വീണ് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഇരിക്കാൻ പറ്റത്തില്ല. പുതപ്പ് വീണ ഏലീശ പിന്നെ നീ നിൽക്കേണ്ടത് ചെളിക്കകത്തല്ല, വയലിനകത്തല്ല, കാളയുടെ പുറകെയല്ല. പിന്നെ ആരെ പുറകെ പൊയ്ക്കോണം? പറ. എലിയാവിൻ്റെ പുറകെ പൊയ്ക്കോണം. പുതപ്പ് ആരാണോ ഇട്ടത്, നമ്മളത് പ്രത്യേകം പറഞ്ഞ് ഒരാൾ പുതപ്പിടും, പോകുന്നത് വേറെത്തൻ്റെ പുറകെയാണ്. സ്വത്രം പറഞ്ഞ്. പക്ഷേ ഏലീശയുടെ വിജയം, ഈ ഡബിൾ പോഷൻ തൻ്റെ മേൽ വെളിപ്പെട്ടതും ആര് പുതപ്പിട്ടോ അദ്ദേഹത്തിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നീ എവിടെ നിന്നാണ് അഭിഷേകം പ്രാപിച്ചത് അവിടെ നിത്യത വരെ, മരണം വരെ നിലനിൽക്കണം. ആത്മാവിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എവിടെ വെച്ചാണോ പുതപ്പ് വീണത്, ആരാണോ നിന്റെ മേൽ പുതപ്പിട്ടത്, ആ വ്യക്തിയുടെ പുറകെ നീ നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശേഷം അടുത്ത കാലഘട്ടത്തെ കത്തിക്കുന്ന പ്രവാചക നിയോഗത്തിലേക്ക്. സ്വോത്രം സ്വോത്രം സ്വോത്രം. സത്യം പറഞ്ഞാൽ ഈ ഏലിയാവിൻ്റെ അവസാന കാലമായപ്പോൾ ഏലീശ പല സ്ഥലത്തും ഒതുക്കാൻ ഏലിയാവ് നോക്കി. ഗിൽഗാലിൽ ഒതുക്കാൻ നോക്കി, ബഥേലിൽ ഒതുക്കാൻ നോക്കി, യെരിഹോവിൽ ഒതുക്കാൻ നോക്കി. നീ ഇവിടെ പാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏലീശ പറഞ്ഞ പദമുണ്ട്, യഹോവയാണ്, ഞാൻ നിന്നെ വിട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാര്യം അറിയാവോ, എൻ്റെ മേൽ പുതപ്പിട്ടതും താങ്കളായതുകൊണ്ട് എന്നെയോട് എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കത്തില്ല. കാരണം ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. എനിക്ക് യെരിഹോവിലോ ബഥേലിലോ ഗിൽഗാലിലോ കുറച്ച് സ്ഥലമോ ഒരു സഭയോ തന്നെ ഒതുക്കാൻ നോക്കണ്ട. എന്റെ വിഷയം അച്ഛൻ തന്ന സഭയല്ല, അച്ഛന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കാണ്. ഹല്ലേലൂയ. പുറകെ നടന്നോണം. സ്വോത്രം പറഞ്ഞേ. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. സ്വോത്രം പറഞ്ഞേ. ചിലപ്പോൾ ഗിൽഗാലിലൊക്കെ ഇരിക്കാൻ പറയും, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയും. നോ, ഇല്ല, നീ പുറകെ പോകണം. സ്വോത്രം പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അഭിഷേകം വീണ നീ ഇനി പഴയ ജോലിക്ക് നീ തീങ്ങരുത്. അഭിഷേകം വീണ നീ നിന്നെ പ്രത്യേകമായൊരു ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാവൂ. ഇരിക്കേണ്ടടുത്ത്. മനസ്സിലായോ? കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തോ? ആ ഭാഗം ഞാൻ അങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ ശൗമേൽ പ്രവാചകൻ ശൗലിനോട് പറയും, നീ 7 ദിവസം ഇവിടെ ഇരിക്കണം, ഗിൽഗാലിൽ ഇരിക്കണം. ഇവിടെ ഇരിക്കണം, ഗിൽഗാൽ. ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കേൾക്കണം. ഈ ശൗലിനെ കൊണ്ട് ശമൂവേൽ ഇരുത്തിയത് ഗിൽഗാലിലാണ്. ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ഒരു വാക്യം വായിക്കുക. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 19-20 വാക്യം എന്ന് വായിച്ചാട്ടെ. യോശുവ 4:19-20. യോശുവ 4:19-20 വേഗത്തിൽ വായിക്കണം, ഇത്ര സമയം എടുക്കരുത്. യോശുവ 4-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം വായിച്ച്. യോശുവ 4-ാം അധ്യായം 6-ാം മാസം 10-ാം തീയതി, 1-ാം മാസം 10-ാം തീയതി, 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിന് കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളയം ഇറങ്ങി. എവിടെ ഇറങ്ങി? ഗിൽഗാലിൽ പാളയം ഇറങ്ങി. അടുത്ത വാക്യം, യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ എവിടെ നാട്ടി? കുറച്ച് പറ. യോശുവ ഗിൽഗാലിൽ നാട്ടി. എന്ന് പറഞ്ഞാൽ 12 കല്ലിരിക്കുന്ന സ്ഥലമാണ് ഏത്? ഗിൽഗാല്. എവിടുത്തെ 12 കല്ല്?
യോർദാനിൽ നിന്നെടുത്ത 12 കല്ല്. ഈ 12 കല്ലെന്ന് പറയുന്നത് 12 ഗോത്രമാണ്, നമുക്കറിയാം. ഞാൻ അതൊന്നും കരുതില്ല. പക്ഷേ ഈ 12 കല്ലിൻ്റെ ഒരടയാളം എന്ന് പറഞ്ഞത് ഇത് ജയത്തിൻ്റെ അടയാളമാണ്. ഏതിൻ്റെ അടയാളമാണ്? ജയത്തിൻ്റെ അടയാളം. കാരണം യോർദാനിനകത്തിറങ്ങിയവരാരും എന്ത് ചെയ്തിട്ടില്ല, കയറിയിട്ടില്ല. യോർദാനിൽ നിന്ന് ആരും ഒരു കല്ലും എടുത്തിട്ടില്ല. കാരണം യോർദാൻ്റെ അടിത്തട്ട് മുഴുവൻ എന്താണ്? ചെളിയാണ്. എന്നാൽ ഈ യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് എവിടെ നാട്ടി? ഗിൽഗാലിൽ നാട്ടി. എന്ന് പറഞ്ഞാൽ ഈ 12 കല്ല് വിളിച്ചു പറയുന്നു യോർദാനെ ജയിച്ചു എന്നുള്ളതിൻ്റെ സൈനാണ് ഗിൽഗാലിൽ ഇരിക്കുന്ന ഈ 12 കല്ല്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് ഇരിക്കാൻ പറഞ്ഞത് പിതാക്കന്മാർ ജയത്തിൻ്റെ കല്ലെടുത്തു വച്ച ഗിൽഗാലിലാണ് ഇരിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിൻ്റെ തൈലം വീണ നീ ഇരിക്കേണ്ടത് പരാജയത്തിനകത്തല്ല, ജയത്തിനകത്തിരിക്കണം. സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ശൗലേ, നിന്നോട് 7 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞത് പരാജയത്തിനകത്തല്ല, ജയത്തിനകത്ത്. എവിടെയാണോ നീ ഇരിക്കുന്നത് അതായി നീ തീരും. ഏത് അന്തരീക്ഷത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് അതായിട്ട് നമ്മൾ തീരും. നമുക്കറിയാം, ഒരു കുപ്പി വെള്ളം, ഒരു മിനറൽ വാട്ടർ, ആ വെള്ളം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്താകും? അത് തണുക്കും. ഐസാവത്തില്ല, അതെന്ത് ചെയ്യും? തണുക്കും. ആ വെള്ളം പുറത്ത് വെച്ചാൽ പുറത്തെ ക്ലൈമറ്റ് എന്താണോ അതുപോലെ ഇരിക്കും. അടുത്ത് ശ്രദ്ധിക്കണം, ഈ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറുണ്ട്. ഈ ഫ്രീസറിനകത്ത് ഈ വെള്ളം വെച്ചാലോ തണുപ്പാകും, പിന്നെന്താകും? അത് കട്ടിയാകും, അത് ഫ്രീസാകും, അല്ലേ? അപ്പോൾ വെള്ളം 3 സ്ഥലത്തിരുന്ന വെള്ളം ഒന്നാണ്. ഒരു കിണറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് എന്ത് ചെയ്തേ? 3 എടുത്ത് വെച്ചത്. പക്ഷേ ഈ 3 വെള്ളം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 വെള്ളത്തിന് 3 പ്രത്യേകതയാണ്. ഒന്ന് ചുമ്മാതെ തണുപ്പൊന്നും ഇല്ലാതെ ഇരിക്കുന്നു, അടുത്ത വെള്ളം ഇച്ചിരി ഒന്ന് തണുത്തിരിക്കുന്നു, അടുത്ത വെള്ളം കട്ടി പിടിച്ചിരിക്കുന്നു. കാര്യം അറിയാമോ? ഇതിൻ്റെ പ്രത്യേകത വെള്ളത്തിൻ്റെ ഗുണമല്ല, ഈ വെള്ളം ഇരുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റാണ്. ഈ വെള്ളം ഇരുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ്. അടുത്തതാണ് അറിയാമോ? നീ എവിടെയാണോ ഇരിക്കുന്നത് അത് നീയാകും. നീ പരാജയത്തിനകത്തിരുന്നാൽ പരാജയമാകും. ജയത്തിൻ്റെ ഗിൽഗാലിനകത്തിരുന്ന് കഴിഞ്ഞാൽ നീ തോൽവിയല്ല, നിന്നെ തോൽപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നീ ജയമായി മാറും. കാരണം നിന്റെ പ്രത്യേകതയല്ല, നീ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയാം, 7 ദിവസം സീനായിക്കകത്തിരുന്നത് വെറുതെയാകത്തില്ല. സീനായി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ പ്രത്യേകത, ആമേൻ, അടുത്തൊരു ജനത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ മോശം നിയോഗം പ്രാപിച്ച സ്ഥലമാണ് സീനായി. ഇന്ന് പകൽ ഈ സീനായിക്കകത്ത് നീ ഇരിക്കുന്നത് അടുത്ത നിയോഗങ്ങളെ ചുമന്നുകൊണ്ട് ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ശൗലേ, എവിടെയാണോ നീ ഇരിക്കുന്നത് അതായി നീ എന്ത് ചെയ്യും? മാറും. കേൾക്കണം, സത്യം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാകേണ്ടത് ശൗലല്ല. ആരല്ല? ശൗലല്ല. ആരാ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാകേണ്ടത്? ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ് ആരാ? അഭിഷിക്തന്മാർ പറയേണ്ട വിശ്വാസം. ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ് ആകേണ്ട ആളാരാ? ദാവീദല്ല. കേൾക്കണം, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവാണ് ആര്? ശൗൽ. ആര്? അപ്പോൾ ശൗൽ രാജാവാകുന്നതിന് മുന്നമേ ഇസ്രായേലിൽ ആരില്ലായിരുന്നു? രാജാവില്ലായിരുന്നു. അപ്പോൾ രാജാക്കന്മാരില്ലാത്ത കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ആര് ഭരിച്ചു? പറയാം, പ്രവാചകന്മാരും ന്യായാധിപന്മാരുമാണ്. ആരൊക്കെ? രാജാക്കന്മാരെ ഇസ്രായേൽ നിയമിക്കുന്നതിന് മുന്നമേ ജനത്തെ നയിച്ചത് പ്രവാചകന്മാരും ന്യായാധിപന്മാരും. കേൾക്കണം, നമുക്കറിയാം, മിസ്രൈം അടിമത്വത്തിൽ നിന്ന് മോശ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. അന്ന് മുതൽ ഇസ്രായേൽ ജനത്തെ നയിച്ചത് പ്രവാചകനായ മോശയാണ്.
അല്ലേ? പ്രവാചകനായ മോശ. എന്നാൽ മോശ മരിച്ചു. ആര് മരിച്ചു? യോശ മരിച്ചു. മോശ മരിച്ച ശേഷം അടുത്ത ലീഡറായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? യോശുവ. യോശുവ ജനം എന്ത് ചെയ്യുന്നു? യോശുവ ജനത്തെ നയിക്കുന്നു. എന്നാൽ യോശുവയും മരിച്ചു. ആര് മരിച്ചു? യോശുവ മരിച്ചപ്പോൾ അടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു ചോദ്യം വന്നു. അടുത്ത ലീഡർ ആര്? ഈ ലീഡർഷിപ്പ് അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് മുമ്പിൽ നിൽക്കണം, എനിക്ക് രാജാവാകണം, അല്ലേ? അതെല്ലാവർക്കും അധികാരം എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമാണ്. ഒരു കാര്യം ചെയ്യാനില്ലെങ്കിൽ ചുമ്മാ ഒരു പേരടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലേ, പൈസയൊന്നും കൈകാര്യം ചെയ്യണം. ഇന്ന ആളിൻ്റെ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ ട്രഷറാന്ന് പറയാൻ പക്ഷെ പുള്ളിയുടെ കയ്യിലൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു ലേബൽ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ യോശുവ മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാവരും കൂടെ യഹോവയുടെ മുമ്പിൽ വരിക. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കേൾക്കണം. യോശുവയുടെ മരണശേഷം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തേ, യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ യഹോവയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത്? ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടാം? ഈ ചോദ്യം ഉയർന്നത് എപ്പോഴാണ്? യോശുവയുടെ മരണശേഷം. എന്ന് പറഞ്ഞാൽ അതുവരെ അവരെ നയിച്ചിരുന്ന ലീഡർ മരിച്ചതിന് ശേഷം ഇസ്രായേൽ മക്കളെല്ലാം കൂടെ ഒന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 12 ഗോത്രത്തിനകത്തുള്ളവർ ചോദിക്കുന്നു, അടുത്ത ആര്? ഈ 12 ഗോത്രത്തിനകത്തുള്ളവർ വന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ, യഹോവയോട് ചോദിക്കുമ്പോൾ, ഈ ചോദിക്കുന്ന ഓരോ ഗോത്രത്തിൻ്റെ അകത്തും ഓരോ ആഗ്രഹം കാണും. ദൈവം എൻ്റെ പേര് പറയും. ആരെ പേര് പറയും? ഞങ്ങളുടെ പേര് പറയും. എന്നാൽ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത, യോശുവയ്ക്ക് ശേഷം അപ്പോയിൻമെൻറ്റ് ചെയ്ത ഗോത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നു, യഹൂദ പുറപ്പെടട്ടെ, അല്ലേ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ ആ വാക്യം കണ്ടായിരുന്നു, അല്ലേ? യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ, ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത ലീഡറാണ് ആര്? യഹൂദ. ആരാണ്? കുറച്ച് പറഞ്ഞേ. യഹൂദ. യഹൂദയെ തിരഞ്ഞെടുത്തെങ്കിലും അതിനകത്തുനിന്ന് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരുത്തനെ തിരഞ്ഞെടുത്തിട്ട് ഇവനാണ് രാജാവാണെന്ന് ദൈവം എന്ത് ചെയ്തില്ല? പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ കാലത്തും ആരില്ലായിരുന്നു? യോശുവയുടെ മരണശേഷവും യഹൂദ ഗോത്രത്തെ മുമ്പിൽ നിർത്തി കനാന്യരോട് യുദ്ധം ചെയ്യാൻ മുമ്പിൽ നിർത്തിയെങ്കിലും ഒരു രാജാവിനെ ദൈവം എന്ത് ചെയ്തില്ല? തിരഞ്ഞെടുത്തില്ല. നമുക്കറിയാം യഹൂദ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. യഹൂദ ആരാ? യാക്കോബിൽ നിന്ന് ലേയയ്ക്ക് 4ാമത് ജനിച്ച സന്തതിയുടെ പേരാണ് യഹൂദ. യഹൂദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. എന്തുകൊണ്ടാണ് സ്തുതി എന്ന് പറഞ്ഞത്? ലേയ എന്ന് പറയുന്ന സ്ത്രീയുടെ അനിഷ്ടതയെ മാറ്റിയ തലമുറയാണ് ആര്? യഹൂദ. എന്ന് പറഞ്ഞാൽ യഹൂദ എന്ന് പറയുന്ന തലമുറ ജനിച്ചു വീണപ്പോൾ അവൻ എൻ്റെ ഹസ്ബൻഡ് എവിടെ, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ അടുക്കൽ വരുമെന്നല്ല പറഞ്ഞത്. യഹൂദയെ പ്രസവിച്ചിട്ട ഉടനെ ലേയ ലേബർ റൂമിനകത്ത് കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ സ്തുതിയിൽ പുറത്തു വന്ന തലമുറയാണ് ആര്? യഹൂദ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, യഹൂദ എന്ന് പറയുന്നത് ആരാണ്? സ്തുതിയിൽ പുറത്തു വന്ന തലമുറയാണ്. അപ്പോൾ യഹൂദയ്ക്ക് മുമ്പേ ബാക്കി 3 തലമുറ ജനിച്ചു. റൂബേൻ ജനിച്ചു, ശിമയോൻ ജനിച്ചു, ലേവി ജനിച്ചു. ഈ 3 തലമുറ ജനിച്ചപ്പോഴും ലേയയുടെ അനിഷ്ടത എന്ത് ചെയ്തില്ല? മാറിയില്ല. കാരണം യാക്കോബ് ആഴമായി സ്നേഹിച്ചത് ആരെയാണ്? ലേയയല്ല, റാഹേലിനെയാണ്. തൻ്റെ അമ്മായപ്പനായ ലാബാനെ 14 വർഷം റാഹേൽ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാൻ യാക്കോബ് സേവിച്ചത്. അപ്പോൾ 14 വർഷം കാത്തിരുന്ന് കെട്ടിയ കൊച്ചാണ് ഇത് റാഹേൽ. സത്യം പറഞ്ഞാൽ യാക്കോബ് ലേയെ സ്നേഹിച്ചിട്ടില്ല, ലേയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുമില്ല. ആദ്യത്തെ 7 വർഷം യാക്കോബ് ലാബാനെ സേവിച്ചത് ലേയെ കല്യാണം കഴിക്കാനല്ല, പിന്നെ ആരെ കല്യാണം കഴിക്കാനാണ്? റാഹേലിനെ കല്യാണം കഴിക്കാനാണ്. 7ാമത്തെ വർഷമായപ്പോൾ വിവാഹ പെങ്കൊച്ചായിട്ട് യാക്കോബിൻ്റെ അടുക്കൽ ഒരുങ്ങി വന്നിരുന്നത് ആരാ? റാഹേലല്ല, പിന്നെ ആരാണ്? ലേയയാണ്. യഹൂദന്മാരുടെ ഇടയിൽ അവൻ വിവാഹ സ്ത്രീ തലയിൽ മൂടുപടം കൊണ്ട് മൂടിയിരിക്കും. പിറ്റേ ദിവസമാണ് മൂടുപടം നോക്കുന്നത്. പിറ്റേ ദിവസം മൂടുപടം നോക്കിയപ്പോൾ യാക്കോബ് ചിന്തിച്ചത് റാഹേൽ എന്നാ. പക്ഷേ മൂടുപടം നോക്കിയപ്പോൾ കണ്ടത് റാഹേലിനെയല്ല, ലേയാണ്. സ്തോത്രം പറഞ്ഞേ. വീണ്ടും അടുത്തൊരു 7 വർഷവും കൂടെ കാത്തിരുന്ന് ആരെ കല്യാണം കഴിച്ചു? റാഹേലിനെ. പക്ഷേ
ദൈവം ലേയെ അനിഷ്ടയെന്ന് കണ്ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതിന് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യൻ ആരെങ്കിലും ചവിട്ടി തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൈവം അവനെ അങ്ങ് ഏറ്റെടുക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകൽ ആത്മാവിൽ പറയുന്നു, നീ ഏറ്റ അവഗണനകൾ, നീ ഏറ്റ നിന്ദകൾ, നീ ഏറ്റ തൊഴികൾ, നീ ഏറ്റ ഉപദ്രവങ്ങൾ, അവൻ പലർക്കും നിന്നോടുണ്ടായ ഇഷ്ടക്കേടുകൾ, എൻ്റെ ദൈവം അത് പരിഹാരമായി ഇറങ്ങി വന്ന് ആർക്കും കൊടുക്കാത്ത ഒരു പരിഗണന നിനക്ക് തരുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാ. ഹല്ലേലൂയ. കണ്ടോ, അങ്ങനെ ലേയ എന്ന് യഹൂദയെ പ്രസവിച്ചോ അന്നത്തോടുകൂടെ അവിടെ അനിഷ്ടത അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിഷ്ടതയെ മാറ്റിയ ഒരു വിടുതലിൻ്റെ തലമുറയായിരുന്നു യഹൂദ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, അവൻ്റെ പേരിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ യോശുവയുടെ മരണശേഷം ദൈവം പറഞ്ഞു, കനാന്യരോട് യുദ്ധം ചെയ്യാൻ വേറെ ആരും മുമ്പിൽ നിൽക്കണ്ട. ആമേൻ. അമ്മയുടെ അനിഷ്ടതയെ മാറ്റിയ സ്തുതിക്കുന്ന തലമുറ, ആരാധിക്കുന്ന തലമുറ, സ്തുതിയിൽ പുറത്തു വന്ന തലമുറയായ യഹൂദ പുറപ്പെടട്ടെ. ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുക. സ്വോത്രം. ദൈവം പട്ടണത്തിനകത്ത് ആരെങ്കിലും തെരഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തുതിക്കുന്നവരെയാണ് തെരഞ്ഞിട്ടുള്ളത്. ഇന്ന് പകൽ ഞാൻ പറയാം, അന്ധകാര ശക്തികളെയും ഇരുട്ടിന്റെ വ്യാപാരങ്ങളെയും കനാന്യ ശക്തികളെയും ദൈവം ഓടിക്കാൻ തിരഞ്ഞെടുത്തത് യഹൂദയാണെങ്കിൽ, ഈ കൊന്നിയൂർ, ഈ വെണ്ണിയൂർ പട്ടണത്തിനകത്ത് നിങ്ങൾ ആത്മാവിൽ സ്തുതിക്കുമ്പോൾ ഈ പട്ടണത്തിൽ അടക്കിവാടുകൊണ്ടിരുന്ന ചില കനാന്യ ശക്തികൾ, ചില അടിമത്വത്തിന്റെ ശക്തികൾ സ്തുതിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, ഈ പകൽ ആരാ സ്തുതിക്കുന്നേ? നിന്റെ സ്തുതി ദേശത്തെ അടക്കിവാടുന്ന പൈശാചിക മണ്ഡലങ്ങളെ ചിതറിപ്പിക്കും. സ്തുതിക്കുന്നവൻ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ യഹൂദയെ തിരഞ്ഞെടുത്തെങ്കിലും കാര്യങ്ങളൊന്നും സെറ്റായിട്ട് അങ്ങനെ ഓടുന്നില്ല. കനാന്യരോട് യുദ്ധം ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ കേന്ദ്രവാക്യമെന്ന് പറയുന്നത് ഏതെന്നറിയാവൂ? ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ന്യായാധിപന്മാർ 17-ന്റെ 6 ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലാത്തത് കൊണ്ട് ജനം എങ്ങനെ നടന്നു? ഓരോരുത്തൻ ഉറച്ചു പറഞ്ഞേ, ബോധിച്ചതുപോലെ നടന്നു. എങ്ങനെ ആ വാക്യം വായിച്ചു വേണ്ടി? ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. എങ്ങനെ നടന്നു? അപ്പോൾ രാജാവില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? എങ്ങനെ നടക്കും? എവിടെ ഒരു ലീഡർ ആവശ്യമാണ്. ഒരു നല്ല ലീഡർ ഇല്ലെങ്കിൽ ജനം അങ്ങനെ നടക്കും. ഈ സഭ ഇത്ര സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകുന്നു, സ്നാനങ്ങൾ നടക്കുന്നു, പിന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ ഫുഡുണ്ട്, കാര്യങ്ങളുണ്ട്, ഇത്രയും അടുക്കും ചിട്ടയോടുകൂടെ പോകുന്ന കാര്യം അറിയൂ, ഇതിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു നല്ല ലീഡർ ഉള്ളതുകൊണ്ടാണ്. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഏതൊരു കാര്യത്തിനും ആര് വേണം? ഒരു ലീഡർ വേണം. ഒരു സ്ഥലത്ത് 2 ലീഡർ പാടില്ല. എത്ര ലീഡറെ പാടാവൂ? ഒറ്റ ലീഡർ. എത്ര ലീഡർ? ഒരാൾ. ബാക്കിയുള്ളവരെല്ലാം പുറകെ നിൽക്കുന്നവരൊക്കെ ആ ലീഡറിന് എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഒരു രാജാവ് ഒരു രാജ്യത്തിനകത്ത് ഉള്ളൂ, മതിയെന്നല്ല, അതാണ് അതിൻ്റെ സിസ്റ്റം. 2 രാജാക്കന്മാരെ തിരഞ്ഞെടുത്ത് എന്തുമായിരിക്കും? അടിയായിരിക്കും. അപ്പോൾ ഒരു കാട്ടിൽ ഒരു രാജാവ് മതി. മനസ്സിലായോ? ഞാൻ നമ്മുടെ ഈ സഭകളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയ ശരത് പാസ്റ്ററിനെ കർത്താവ് വളരെ ശക്തമായിട്ട് കീബോർഡ് വായിക്കാനും പാടാനൊക്കെ പുള്ളി ഒരാൾ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അറിയോ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ബാക്കിൽ നിൽക്കുന്ന ആരെ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഈ ചിലയിടത്ത് ചെല്ലുമ്പോൾ ഒരാൾ കീബോർഡ് വായിക്കും, പാടാൻ ഒരു 3-4 പേര് എന്ത് ചെയ്യും? നിൽക്കും. അത് ലീഡ് ചെയ്ത് പാടുന്ന ഒരാൾ എന്ത് ചെയ്യും? മുമ്പിൽ നിന്ന് ലീഡ് ചെയ്ത് പാടുന്ന ഒരാൾ കാണും. പക്ഷെ പുറകിൽ നിൽക്കുന്നതും ലീഡ് ചെയ്യുന്ന പുള്ളിയുടെ അത്രയും സൗണ്ട് എന്ത് ചെയ്യണം? പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പാടുന്ന ആളിനും മുമ്പിൽ നിന്ന് പാടുന്ന ലീഡ് ചെയ്യുന്ന ആളുടെ മൈക്കിൻ്റെ ശബ്ദം അത്ര ഇല്ലെങ്കിൽ പുള്ളി അവിടെ നിന്ന് കൈ കാണിക്കും. അയ്യോ, എൻ്റെ മൈക്കിൻ്റെ സൗണ്ട്
എടാ നിന്റെ മൈക്കിൻ്റെ സൗണ്ട് കൂട്ടാൻ പറ്റൂല. കാര്യം നിന്നെ പുറകിൽ നിർത്തിയിരിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന ലീഡറിനേക്കാൾ ഹൈപ്പിച്ച് കയറാനല്ല, പുള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പം നിന്റെ മൈക്കിൻ്റെ വോളി ഒരു ലെവലിലെ ഞാൻ പറഞ്ഞു. ശരത് പാസ്റ്ററോട് ചോദിക്കാം, പുറകിൽ നിൽക്കുന്നവർക്ക് ലീഡറിനും മൈക്കിന് സൗണ്ട് ഒരേ ലെവലിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ വർഷം എങ്ങനെ ഇരിക്കും? ഈ കേട്ടോണ്ടിരിക്കുന്ന പറയാം, ഈ മൈക്കൊന്ന് വെച്ചിട്ട് പോയിരുന്നെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ പുറകിൽ നിൽക്കുന്നവർ, ഇനി ഈ സഭയിലും കാലങ്ങൾ കഴിയുമ്പോൾ ദൈവം കൊയറിനൊക്കെ എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പം മൈക്കിന് വോളി ഇല്ലെന്ന് എന്ത് ചെയ്യരുത്? സ്വതന്ത്രം പറഞ്ഞ് ഇപ്പോഴത്തെ സഭയിലെ ഏറ്റവും വലിയ വിഷയമാണ് എന്തില്ല മൈക്കിന്. എൻ്റെ മൈക്കിന് ശബ്ദം, നിന്റെ മൈക്കിന് ശബ്ദം തരാൻ പറ്റൂല. നീ ലീഡർ ആകുമ്പോൾ നിന്റെ മൈക്കിന് ശബ്ദം എന്ത് ചെയ്യും? ലീഡർ ആകണമെങ്കിൽ ചുമ്മാതെ അങ്ങനെ ഇരിക്കുന്നവരെ പിടിച്ച് ലീഡറാക്കാൻ പറ്റൂല. നിനക്ക് മുമ്പിൽ നിന്ന് വർഷിപ്പ് ചെയ്ത് കേൾക്കണം. പാടാൻ മാത്രം അറിഞ്ഞാൽ പോരാ, പാടാനുള്ള ഒരു കൃപയും കൂടെ വേണം. സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഒരാരാധന മുമ്പിൽ നിന്ന് നയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു അഭിഷേകം എന്ത് ചെയ്യണം? പാടാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് കൊടുക്കാൻ നമുക്ക്, സത്യം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്ത ആർക്കും മൈക്ക് കൊടുക്കാൻ എന്ത് ചെയ്യില്ല. അത് ദൈവസഭയുടെ, എൻ്റെ സഭയിൽ ഞാൻ കേട്ടിട്ടില്ല. സ്വതന്ത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ലീഡർ ഒരാളായിരിക്കണം. ലീഡർ ബാക്കിയുള്ള എല്ലാവരെക്കാളും മുൻപന്തിയിലായിരിക്കും. എങ്ങനെ ആയിരിക്കും? മുമ്പിലായിരിക്കും. ശ്രദ്ധിക്കണം. അപ്പോൾ ഇസ്രായേലിൽ ആ കാലത്ത് ആരില്ലായിരുന്നു? രാജാക്കന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ജനം എങ്ങനെ നടന്നു? ബോധിച്ചതുപോലെ. കാരണം ഈ യഹൂദയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഒരു നൈം ബോർഡ് കൊടുത്തിട്ടില്ല. കിങ് ആണ് എന്നൊരു നൈം ബോർഡ്. അപ്പോൾ ഈ നൈം ബോർഡിന് ഭയങ്കര വിലയാണ്. നൈം ബോർഡിന് ഇപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ, ആ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ നമ്മളെപ്പോലെ സാധാരണ ഒരു വ്യക്തിയാണ്. നമ്മുടെ ശരീരത്തിൽ ഓടുന്ന അതുപോലത്തെ രക്തമാണ് പുള്ളിയുടെ മേലും ഓടുന്നതെങ്കിലും, പക്ഷേ ആ പുള്ളിയുടെ മുമ്പിലിരിക്കുന്ന ആ ലേബലിന് എന്തുണ്ട്? ശൗലേ, നിന്റെ പേരിൻ്റെ മുമ്പിൽ രാജാവെന്നുള്ള ഒരു പദവി ഇല്ലെങ്കിൽ നീ ആരുമല്ല. ആ ഒരു ലേബലാണ് അവനെ അധികാരമുള്ളവനാക്കി മാറ്റുന്നത്. സ്വതന്ത്രം പറഞ്ഞേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇസ്രായേലിൽ ആ കാലത്ത് ആരില്ലായിരുന്നു? രാജാവില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെ നടന്നു? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോഴും ഈ ജനത്തെ നടത്തുന്നത് പ്രവാചകന്മാർ. ആരാ നടത്തുന്നേ? പ്രവാചകന്മാർ. എന്നാൽ ഈ 1 ശമൂവേൽ 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടെ വന്ന് ശമൂവേലിനോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടത് ഞങ്ങൾക്ക് ആര് വേണം? ഞങ്ങൾക്കൊരു അവിടെയാണ് രാജാവ് വേണമെന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ആരില്ല? രാജാക്കന്മാർ ഇല്ല. പക്ഷെ 1 ശമൂവേൽ 8-ാം അധ്യായം എത്തിയപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആര് വേണം? സകല ജാതികൾക്കും ആരുണ്ട്? രാജാക്കന്മാരുണ്ട്. ഞങ്ങൾക്കും ആര് വേണം? രാജാവ് വേണം. ഈ രാജാവ് വേണമെന്ന് ഇസ്രായേൽ മൂപ്പന്മാർ എപ്പോഴാ പറഞ്ഞെന്നറിയാവൂ? ചുമ്മാതെ പറഞ്ഞല്ല, അത് പറയാനൊരു കാര്യമുണ്ടായി. 1 ശമൂവേൽ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ശമൂവേൽ വൃദ്ധനായപ്പോൾ അവൻ്റെ പുത്രന്മാരെ ഇസ്രായേലിൽ ആരാക്കി? ന്യായാധിപന്മാരാക്കി. അവൻ്റെ പുത്രന്മാരെ ആരാക്കി? എപ്പോഴാക്കിയത്? ശമൂവേൽ ഇച്ചിരി പ്രായമൊക്കെ ആയി, വൃദ്ധനായി, ഓടാനും ചാടാനും പഴയതുപോലെ സഞ്ചരിക്കാനൊക്കെ ഉള്ള പ്രാപ്തി പോയപ്പോൾ ആരെ പിടിച്ച് ന്യായാധിപന്മാരാക്കി? പറഞ്ഞേ, കുറച്ച് പറ. നിങ്ങൾ എന്നോട് കൂടെ സഹകരിച്ചേ. ശമൂവേലിൻ്റെ പുത്രന്മാരെ പിടിച്ച് ആരാക്കി? ന്യായാധിപൻ. അവൻ്റെ ആദ്യജാതന് യോവേലെന്നും 2-ാമത്തവന് അബിയാവെന്നും പേര്. അടുത്ത 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നു, അവരെ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ എങ്ങനെ വായിച്ച? അടുത്ത വാക്യം, അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയും നടക്കാതെ ദുരാഗ്രികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു. നിങ്ങൾ കേട്ടണം, ശ്രദ്ധിച്ചോണം. അവൻ്റെ പുത്രന്മാർ ആരുടെ വഴിയിൽ നടന്നില്ല? ശമൂവേലിൻ്റെ പുത്രന്മാർ ശമൂവേലിൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹമകത്ത് കയറി. ദുരാഗ്രഹമകത്ത് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹമകത്ത് എന്ത് ചെയ്തു? കയറി. ദ്രവ്യാഗ്രഹമകത്ത് കയറി കൈക്കൂലി വാങ്ങി ന്യായം എന്ത് ചെയ്തു? മറിച്ചു. ന്യായം മറിച്ച് കളഞ്ഞ ഈ സംഭവം ഇസ്രായേൽ മുഴുവനും അറിഞ്ഞു.
ആരറിഞ്ഞു? ഇസ്രായേൽ ദേശം മുഴുവൻ അറിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഇത് മുഴുവൻ അറിഞ്ഞപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. അടുത്ത വാക്യം വായിക്കുമ്പോൾ അങ്ങനെ കിടന്നേ, 4-ാമത്തെ വാക്യം. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, അതുവരെ കൂടാത്ത ഇസ്രായേൽ മൂപ്പന്മാർ ഇപ്പോൾ കൂടാനുള്ള കാര്യം എന്നാ? പറ. ന്യായം മറിഞ്ഞു. അപ്പം ന്യായം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരാരും കൂടത്തില്ലായിരുന്നു. ശമൂവേൽ പറയുന്ന കാര്യം എന്ത് ചെയ്യുമായിരുന്നു? അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ന്യായം മറിഞ്ഞപ്പോൾ മൂപ്പന്മാർ ഒരുമിച്ച് കൂടി. മൂപ്പന്മാർ ഒരുമിച്ച് കൂടിയിട്ട് രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് പറയാണ്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 8:5, നീ വൃദ്ധനായിരിക്കുന്നു. നീ ആരായിരിക്കുന്നു? വൃദ്ധനായിരിക്കുന്നു. അടുത്ത പദം, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. നീ വൃദ്ധനായിരിക്കുന്നു. അടുത്ത, നിന്റെ പുത്രന്മാർ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ എന്ത് ചെയ്യണം? നിയമിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം കൂടെ ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് ശമൂവേലിനോട് പറഞ്ഞു, ഇവനെ രാജാവാക്കി തരണമെന്നല്ല പറഞ്ഞേ. ആണോ? അല്ല. നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ല, നീ വൃദ്ധനായിരിക്കുന്നു, ഞങ്ങൾക്ക് ആര് വേണം? ഒരു രാജാവിനെ, പ്രവാചക, നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി? നിയമിച്ചാണ്. കാരണം നിങ്ങൾ പറയുന്ന ആരെയും രാജാവായി അംഗീകരിക്കാൻ എനിക്കൊന്നുണ്ട്, മനസ്സുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് പറയുന്നതിന് മുന്നമേ പറയുന്ന 2 പദമുണ്ട്. ഒന്ന്, നീ വൃദ്ധനായിരിക്കുന്നു. നീ ആരായിരിക്കുന്നു? വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ വൃദ്ധനല്ലായിരുന്നെങ്കിൽ വേറെ രാജാവിനെ അന്വേഷിച്ച് ഇറങ്ങണ്ട, ആര് രാജാവായാൽ മതി. ശമൂവേലേ, താങ്കൾ രാജാവാകുന്നതിൽ ഞങ്ങൾക്ക് എന്തേ ഉള്ളൂ? സന്തോഷമേ ഉള്ളൂ. താങ്കൾ രാജാവ്. അടുത്ത പദം, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഇതിനർത്ഥം നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടന്നിരുന്നെങ്കിൽ വേറെ രാജാക്കന്മാരെ അന്വേഷിച്ച് ഇറങ്ങണ്ട. നിന്റെ പുത്രന്മാരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് യോവേലിനെയോ അബിയാവിനെ പിടിച്ച് ആരാക്കിയാൽ മതി? രാജാവാക്കിയാൽ മതി. ഞങ്ങൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, സത്യം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവാകേണ്ടത് ശൗലല്ല. അപ്പൻ്റെ വഴിയിൽ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ യോവേൽ അല്ലെങ്കിൽ അബിയാവ് ആരാകുമായിരുന്നു? ഈ തൈലം ആരുടെ മേലാണ് വീഴേണ്ടേ? കുറച്ച് പറ. അയ്യോ, നിങ്ങൾ എന്നോട് ഭയങ്കര സന്തോഷം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ തൈലം ആരുടെ മേലാണ് വീഴേണ്ടേ? ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവാകാനുള്ള അഭിഷേകത്തിൻ്റെ തൈലം ആരുടെ മേലാണ് വീഴേണ്ടേ? യോവേലിൻ്റെ മേൽ. അല്ലെങ്കിൽ ആരുടെ മേൽ വീഴണം? അബിയാവിൻ്റെ. ഇവന്മാരിൽ 2-ൽ ആരെങ്കിലും ഒരാൾ അപ്പൻ്റെ വഴിയിൽ നടന്നിരുന്നെങ്കിൽ ദൈവം അവിടെ മേൽ എന്ത് ചെയ്ത് ഒഴിച്ചേനെ? അഭിഷേകത്തിൻ്റെ തൈലം ഒഴിച്ചേനെ. അപ്പോൾ എന്നിട്ട് പറയാണ്, സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിന് വേണം. പക്ഷേ ശമൂവേലേ, നീയും വേണ്ട, നിന്റെ തലമുറയും വേണ്ട, പക്ഷേ നിങ്ങൾ പറയുന്ന ആൾ മതി. ആര് പറയുന്നേ? ശമൂവേൽ പറയുന്ന ആൾ ആരായാൽ മതി. കേൾക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുവരെ ഇസ്രായേലിനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? ശമൂവേല. പുള്ളി പറയുന്നത് അവരെന്ത് ചെയ്യത്തുള്ളൂ? പുള്ളി യുദ്ധത്തിന് പോകാൻ പറഞ്ഞാൽ യുദ്ധത്തിന് പോകാം, പോകരുതെന്ന് പറഞ്ഞാൽ പോകത്തില്ല. എന്ത് പ്രവാചകൻ പറഞ്ഞോ ആ വാക്കിന് അവരെന്ത് ചെയ്യുന്നുണ്ട്? വില കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ വിറയ്ക്കും. ദാൻ മുതൽ ബേർശേവ വരെ വിറപ്പിച്ച പ്രവാചകനാണ് ആര്? ശമൂവേൽ. അപ്പോൾ ശമൂവേലിന് അവർ അത്ര വാല്യൂ കൊടുത്തു. കേൾക്കണം. അപ്പോൾ ശമൂവേൽ പറഞ്ഞു ആരാ രാജാവാകേണ്ടത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഇസ്രായേൽ മൂപ്പന്മാർ വന്ന് ശമൂവേലിനോട് രാജാവ് വേണമെന്ന് പറഞ്ഞത് 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശമൂവേലിന് അത് ഇഷ്ടപ്പെട്ടില്ല. തനിക്കതെന്ത് തോന്നി? അനിഷ്ടമായി തോന്നി. അങ്ങനെ എഴുതിയിട്ടില്ലേ? ശമൂവേലിന് അതെന്ത് തോന്നി? ഏതൊക്കെ ഇസ്രായേൽ മൂപ്പന്മാർ നീടെ ഒരാളിങ്ങനെ വാണുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു കൂട്ടം പേര് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് രാജാവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് ഇഷ്ടപ്പെടും. പുള്ളിക്ക് അത് അനിഷ്ടമായി തോന്നി. പക്ഷേ ഈ അനിഷ്ടതയെ ശമൂവേലിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നില്ല. അടുത്ത പദം, ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? പറ. ആരോട് പ്രാർത്ഥിച്ചു? യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ശമൂവേൽ പ്രവാചകന് മനസ്സിലായി ഇത് ദൈവത്താനുള്ള പരിപാടിയാണ്. പ്രാർത്ഥിച്ചപ്പോൾ അനിഷ്ടത എന്ത് ചെയ്തു? കുറച്ച് പറ. ഇതിനർത്ഥം എന്നറിയോ? എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് അകത്ത് വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കരുത്, ഇരുന്ന് പ്രാർത്ഥിച്ചോണം.
പ്രാർത്ഥിച്ചാൽ ക്യാൻസർ മാത്രമല്ല മാറുന്നത്, പ്രാർത്ഥിച്ചാൽ രോഗം മാത്രമല്ല മാറുന്നത്, പ്രാർത്ഥിച്ചാൽ വിസ മാത്രമല്ല മാറുന്നത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനിഷ്ടവും മാറും. എന്ത് മാറും? അയ്യോ, ഈ ഡയലോഗ് ആരോ എവിടെ കേട്ടതുപോലെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? ഇഷ്ടക്കേടുകളും. പ്രാർത്ഥിച്ചാൽ അസൂയ മാറും. ഒരുത്തനൊരു നന്മ കിട്ടുമ്പോൾ ചെറിയൊരു അസൂയ എന്ത് ചെയ്തു? അകത്ത് വന്നു. അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മാറൂല, അത് വളരും. ഇസ്രായേൽ മൂപ്പന്മാർ രാജാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ശൗമേലിന് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ഇഷ്ടക്കേടങ്ങ് മാറി. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും അകത്ത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്തോണം? മനസ്സിൽ വെച്ച് 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 വാള വലിയൊരു വിഷയം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? ചിലരങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴെന്ത് ചെയ്യത്തില്ല, പറയത്തുമില്ല. ജയം ഒരു വിഷയം വന്നു, പിന്നെ അടുത്ത വിഷയമായി, പിന്നെ അടുത്ത വിഷയമായി. ഈ വിഷയങ്ങൾ കൂട്ടിയിട്ട് അടുത്തൊരു വിഷയം വരുമ്പോൾ എല്ലാം കൂടെ അടിച്ചെന്ത് ചെയ്യും? മാനസാന്തരപ്പെട്ടോണം ഇന്ന് പകൽ. ഈ 6ാമത്തെ പകൽ എന്ത് ചെയ്തോണം? കണ്ടോ, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ്റെ വിജയം. എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തുള്ളവനെ വിളിച്ച് പറയത്തില്ലടേ, ഇന്ന പ്രശ്നം നടക്കുകയാണ് കേട്ടോ, നീ ഇത് ചോദിക്കണം. ഇന്നലെ വരെ ഞാനാണ് നയിച്ചത്, ഇന്നലെ വരെ ഞാനാണ് റൂൾ ചെയ്ത്, പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞോ? നമ്മളാണെങ്കിൽ അവിടെ ഇരുന്ന് സകല ഫോണും എന്ത് ചെയ്യും? കറക്കി വിളിച്ച് പെട്ടെന്നൊരു ഗ്രൂപ്പ് എന്ത് ചെയ്തേനെ? എങ്ങനെ രാജാവിനെ ഉണ്ടാക്കാതിരിക്കാം. മനസ്സിലായോ? പുള്ളി ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല, രാജാവ് എങ്ങനെ വരാതിരിക്കാമെന്നുള്ള പ്ലാൻ ചെയ്തില്ല, പ്രാർത്ഥിച്ചു. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയാം, എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ തോന്നിക്കഴിഞ്ഞാൽ അടുത്തൊരാൾ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ് അത് വഷളാക്കാനല്ല. ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ച് അതിന്റെ സൊല്യൂഷൻ ദൈവം തരും. കണ്ടോ, പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രവാചകൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പുള്ളി കാര്യം പിടികിട്ടി. ആര് വേണം? രാജാവ് വേണം. പുള്ളി അതിനങ്ങ് പ്രിപ്പയറായി. രാജാവിനെ നിയമിക്കാനായിരുന്നു പുള്ളിയുടെ അടുത്ത പ്രാർത്ഥന. പുള്ളി ദൈവസന്നിധി ഇരിക്കുക, എനിക്കൊരു രാജാവ് വേണം, ഇവർക്കൊരു രാജാവിനെ നിയമിച്ചാക്കി. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1 ശമൂവേൽ 9:16 വാക്യം, നാളെ ഈ നേരമാകുമ്പോൾ നിന്റെ അടുക്കൽ ഞാനൊരു ബെന്യാമിൻ ദേശക്കാരനെ, അവനെ നീ അഭിഷേകം ചെയ്യണം. കണ്ടോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം സോൾവ് ആകും. ആരെ ആക്കണമെന്ന് ദൈവം കാണിച്ചു തരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കേൾക്കണം. അങ്ങനെ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി കയറി വന്നത് ആരാണ്? ശൗൽ. എൻ്റെ അടുത്ത ചോദ്യം, ഈ യോവേലിനും അബിയാവിനും ഇല്ലാത്ത എന്തു ഗുണമാണ് ശൗലിനുള്ളത്? എന്തു ഗുണമാണ് ശൗലിനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ രാജാവാകാൻ ദൈവം ഡയറക്റ്റ് നിയോഗം കൊടുത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിനാണ്. ആർക്ക്? പക്ഷേ ശൗൽ എന്ന് പറയുന്നവനാരെന്നറിയാവോ? ബെന്യാമിൻ ഗോത്രക്കാരൻ. ഈ 1 ശമൂവേൽ 9:21 വാക്യം വായിക്കുമ്പോൾ ഈ ശമൂവേലിനുള്ള നിന്നെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞ പദമുണ്ട്. ഞാൻ 1 ശമൂവേൽ 9:21, ശൗൽ അവനോട്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനും ആ ബെന്യാമിൻ ഗോത്രത്തിലുള്ള സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ടവനുമായിരിക്കെ നീ എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും താഴേക്കിട കിടക്കുന്ന ഗോത്രമാണ് ഏത്? ബെന്യാമിൻ ഗോത്രം. ആ താഴേക്കിടയിൽ കിടക്കുന്ന ഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുടുംബത്തിൽ കിടക്കുന്നവനാണ് ആര്? ശൗൽ. കേൾക്കണം. അപ്പോൾ രാജാവെന്ന് പോയിട്ട് രായെന്ന് പറയാനുള്ള യോഗ്യത പോലും ആർക്കില്ല. ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കില്ല? ഒരു യോഗ്യതയില്ല. ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു യോഗ്യത ആർക്കില്ല? ശൗലിനില്ല. പിന്നെ എന്തിനാ ഇവനെ പിടിച്ച് രാജാവാക്കി? കേൾക്കണം. സത്യം പറഞ്ഞാൽ ഈ ഗോത്രത്തിൻ്റെയും കുടുംബ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ യോവേലിനെയോ അബിയാവിനെയോ രാജാവാക്കണം. കാരണം ശമൂവേലിൻ്റെ അമ്മയായ ഹന്ന ആരാ? പ്രാർത്ഥിക്കുന്ന കരയുന്ന ആളാണ് ഹന്ന. ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്ന. അപ്പോൾ യോവേലിൻ്റെ അബിയാവിൻ്റെ വീട്ടിൽ ആരുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. വല്യമ്മച്ചി ആരുണ്ട്? വീട്ടിൽ അപ്പനാര്? പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ.
കേൾക്കണേ, പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചി വീട്ടിലുണ്ട്, അപ്പൻ ന്യായാധിപൻ, പുരോഹിതൻ, പ്രവാചകൻ, ഇങ്ങനെയുള്ള ആളുടെ തലമുറ രാജാവാകണ്ടേ? ആകണോ ഇല്ലയോ? അതിന് പോയിട്ട് എഫ്രൈം ഗോത്രത്തിൽപ്പെട്ടവൻ രാജാവ് എന്ത് ചെയ്യണം? ആകണം. പക്ഷേ രാജാവാകാനുള്ള നിയോഗം അവർക്ക് എന്ത് ചെയ്തില്ല? ദൈവം കൊടുത്തില്ല. കാരണം ഈ രാജകീയ അഭിഷേകം എന്ന് പറയുന്നത് പിതാക്കന്മാരെ ഓർത്തൊഴിക്കുന്നതല്ല. അഭിഷേകം വേറെയാണ്, അഭിഷേകം കൊടുക്കുന്നത് വേറെയാണ്, വിടുതലും അനുഗ്രഹവും വേറെയാണ്. ഈ വിടുതലും അനുഗ്രഹം തലമുറകളെ ഓർത്ത് ദൈവം കൊടുക്കും, പിതാക്കന്മാരെ ഓർത്ത് എന്ത് ചെയ്യും? കൊടുക്കും. പക്ഷേ അഭിഷേകം പിതാക്കന്മാരെ ഓർത്തൊഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അഭിഷേകം ഒരിക്കലും പിതാക്കന്മാരെ ഓർത്ത് എന്ത് ചെയ്യത്തില്ല? അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. ലോത്തിനെ എന്ത് ചെയ്തു? വിടുവിച്ചു. പിതാക്കന്മാർ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്തപ്പോൾ അടുത്ത തലമുറ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. പക്ഷെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ വേല ചെയ്തത് ഓർത്തുകൊണ്ട് അടുത്ത തലമുറയെ അഭിഷേകം ചെയ്തിട്ടില്ല. അഭിഷേകം വീഴുന്നത് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അഭിഷേകം വീഴുന്നത് എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നത് കൊണ്ട് അടുത്ത തലമുറയെ അഭിഷേകം ചെയ്യണമെന്നുള്ള സിസ്റ്റം ദൈവത്തിനില്ല. അഭിഷേകം ആരുടെ മേലാണ് ഒഴിക്കുന്നതെന്ന് ചോദിച്ചു. ഒരുക്കപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നവൻ്റെ മേലെ അഭിഷേകം വീടുന്നേ. അഭിഷേകം ദൈവം ഒഴിക്കാൻ നേരത്ത് ജാതി നോക്കത്തില്ല, ഗോത്രം നോക്കത്തില്ല, കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കത്തില്ല, അവന്റെ പൊക്കം നോക്കത്തില്ല, വലിപ്പം നോക്കത്തില്ല, വണ്ണം നോക്കത്തില്ല, കളർ നോക്കത്തില്ല. ഇതൊന്നും നോക്കാതെ വീഴുന്നതാണ് അഭിഷേകം. അഭിഷേകം ആളും തരവും നോക്കി ഒഴിക്കുന്നതല്ല. അതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 34-35 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ദൈവത്തെ പറ്റും നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അപ്പം ദൈവത്തിന് എന്തില്ല? മുഖപക്ഷം ഇല്ല. ആമേൻ. ശമൂവേലിൻ്റെ മുഖം നോക്കി പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മുഖം നോക്കി ദൈവം യോവേലിനെ പിടിച്ച് രാജാവാക്കിയാൽ ദൈവത്തിന് മുഖപക്ഷമുണ്ട്. എന്തുണ്ട്? അവന്മാര് കാണിച്ച കൈക്കൂലി വാങ്ങിയ ദൈവം എന്ത് ചെയ്തു? ദൈവം കണ്ണടച്ചെന്ന് പറയും. അപ്പോൾ ഈ അഭിഷേകം അങ്ങനെ എല്ലാവരുടെ മേലും എന്ത് ചെയ്യത്തില്ല. അനുഗ്രഹം കിട്ടും, നന്മ കിട്ടും, വിടുതൽ എന്ത് ചെയ്യും? വീട്ടിനകത്ത് ഗുണം പിടിക്കാത്ത തലമുറയുണ്ടെങ്കിൽ അപ്പനും അമ്മയും അയ്യോ എൻ്റെ മക്കളെ വിടുവിക്കണേ നോക്കിക്കഴിഞ്ഞാൽ ഗുണം പിടിക്കാത്ത തലമുറയുടെ ക്യാരക്ടർ നോക്കിയല്ല, ഈ പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ട് ദൈവം എന്ത് ചെയ്യും? വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട്, പക്ഷെ മക്കൾ ഗുണം പിടിച്ചിട്ട് കർത്താവേ എൻ്റെ തലമുറയുടെ മേലെ അഭിഷേകം ഒഴിക്കണമെന്ന് ഈ അമ്മ ഇനി എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും അഭിഷേകം എന്ത് ചെയ്യത്തില്ല. പക്ഷെ അനുഗ്രഹം കിട്ടും, അനർത്ഥങ്ങൾ മാറിപ്പോകും, വിടുതല കിട്ടും, അപകടം എന്ത് ചെയ്യും? മാറും. പക്ഷേ അഭിഷേകം, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അഭിഷേകത്തിൻ്റെ തലം വേറെയാണ്. കേൾക്കണം. എന്തുകൊണ്ടാണ് ശൗലിനെ പിടിച്ച് രാജാവാക്കി? ഇവൻ്റെ മേൽ ഈ രാജകീയ അഭിഷേകം വീഴുള്ള കാര്യം തന്നെ കേൾക്കണം. 1 ശമൂവേൽ 9-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ശൗലിനെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ബെന്യാമിൻ ദേശത്ത് കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അപ്പൊ കീശ് ആരാണ്? ബെന്യാമിൻ ഗോത്രക്കാരൻ. അടുത്ത് പറയുന്നു, കുറച്ച് പരാപദം ധനികൻ. ശൗൽ എന്ത് പറഞ്ഞു? ഇസ്രായേൽ ഗോത്രങ്ങൾ ഏറ്റവും താഴെ കിടക്കുന്ന ഗോത്രം, ആ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ടവനാണ് ആര്? ശൗൽ. പക്ഷെ കീശ് ആരാ? കുറച്ച് പറ. അപ്പോൾ എത്ര ചെറിയ ഗോത്രമാണെങ്കിലും എത്ര പാവപ്പെട്ട കുടുംബമാണെങ്കിലും അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൈ പൈസ വരും. അത് പറയാനാ. ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സമ്പത്ത് വരുന്നേ. നിനക്ക് ജോലി ചെയ്യേണ്ട മനസ്സുണ്ടെങ്കിൽ കയ്യിൽ എന്ത് വരും? അതിൻ്റെ ഉദാഹരണമാണ് കീശ്. ഏറ്റവും താഴെ കിടക്കുന്ന ഗോത്രമാണ്, ഏറ്റവും ചെറിയ കുടുംബം. പക്ഷേ പുള്ളി ആരാ? കാരണം എന്നാ? വെളുപ്പാൻ രാവിലെ 10-11 മണി വരെ കൈയും കെട്ടി വീട്ടിനകത്ത് കിടക്കൂല. ഒരു ചെറിയൊരു നടുവേന. ഇന്ന് ജോലിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരാഴ്ച റെസ്റ്റ്. മിണ്ടുന്നില്ല കേട്ടോ, സ്വോത്രമൊക്കെ പോയി പോക്കുകയുണ്ടോ? അപ്പോൾ ധനികനാകാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള വിഷയം മനസ്സിലായോ വെച്ചാ? ജോലി ചെയ്തോണം, ആരാധനയ്ക്ക് വന്നോണം, കർത്താവിന് കൊടുക്കേണ്ടത് എന്ത് ചെയ്തോണം, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോട്ടെ. നിന്റെ വീട്ടിനകത്ത് സമ്പത്ത് കയറി വരും.
നിനക്ക് ജോലി ചെയ്യേണ്ട ആരോഗ്യം ദൈവം തരും. സ്വത്രം പറ. കരം ഉയർത്തി കിടത്തവന് മഹത്വം കൂടെ. അപ്പോൾ ശൗലാര ധനികൻ. അടുത്ത രണ്ടാമത്തെ വാക്യം പറഞ്ഞു, അവന് ശൗൽ എന്ന പേരോടെ ഒരു മകനുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രണ്ടാമത്തെ 9:2 മകനുണ്ടായിരുന്നു. അടുത്ത വാക്യം കണ്ടോ, അവൻ യൗവനവും കോമളത്വമുള്ളവനും. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, വായിക്കുന്നില്ലല്ലോ ആരും എന്നോട്. യൗവനവും കോമളത്വമുള്ളവനും മകനുണ്ടായിരുന്നു. അടുത്ത വാക്യം, ഇസ്രായേലിൽ അവനേക്കാൾ കോമളനായ ഒരു പുരുഷൻ, അങ്ങനെ ഉറച്ചു പറ, ഇല്ലായിരുന്നു. അവൻ സകലരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശൗലിൻ്റെ ഗുണം നോക്കിക്കോണം. അപ്പൻ ധനികൻ, യൗവനത്വമുള്ളവൻ, കോമളൻ. പിന്നെ കോമളൻ എന്ന് പറഞ്ഞ് ഗ്ലാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളിൽ അവൻ്റെ അത്ര ഗ്ലാമറുള്ള ആരും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അവൻ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ സകലരും ആരെ നോക്കും? പറ. സകല പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം ആരെ നോക്കും? ശൗൽ നോക്കും. അവൻ്റെ അത്ര പൊക്കമുള്ളവരാരും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവം ഇവനെ പിടിച്ച് രാജകീയ അഭിഷേകം കൊടുത്തത് കീശിൻ്റെ ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ പൈസ കണ്ടിട്ടല്ല. ആണോ? ഇവൻ്റെ ഗ്ലാമർ കണ്ടിട്ട്, ഇവൻ്റെ യൗവനത്തെ കണ്ടിട്ടും അല്ല. അടുത്ത് ഇവൻ്റെ പൊക്കം കണ്ടിട്ടും. ദൈവം പൊക്കവും വണ്ണവും നോക്കി രാജാവാക്കിയിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായത് ആരാ? ദാവീദ്. ശൗലിൻ്റെ ചട്ട എടുത്ത് ദാവീദ് ഇട്ടപ്പോൾ പുള്ളിക്ക് സൂട്ടായോ? ഇല്ല. ഒട്ടും. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് ഏറ്റവും പൊക്കമുള്ളവനാണെങ്കിൽ രണ്ടാമത്തെ രാജാവ് പൊക്ക ഇല്ലാത്തവനാ. അപ്പൊ രാജാവാകേണ്ട ഗുണം പൊക്കവും വണ്ണവും ഗ്ലാമറും. പക്ഷെ ഇതൊക്കെ ഇവനുണ്ട്. ആർക്കുണ്ട്? ശൗലിന് ഉണ്ട്. സ്വത്രം പറഞ്ഞേ. അപ്പൊ ഗ്ലാമർ ഉള്ളവരെയും കർത്താവ് എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. പക്ഷെ ഗ്ലാമർ നോക്കി അല്ലെന്നാ. പൈസ ഉള്ളവരെയും ദൈവം എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. പക്ഷെ പൈസ നോക്കി അല്ല. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അയ്യോ അവന് ഗ്ലാമർ ഉണ്ട്, അതുകൊണ്ട് ദൈവം അവൻ എന്ത് ചെയ്തു? എന്തുകൊണ്ട് തിരഞ്ഞെടുത്തെന്ന് പറയാം, കേൾക്കണം. ശൗലും തൻ്റെ ഭൃത്യനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുക. എന്തിനാ ഇറങ്ങുന്നേ? അപ്പൻ്റെ കഴുതയെ തേടിയാണ് ഇറങ്ങുന്നത്. കഴുതയെ തേടി ഇറങ്ങിയിട്ട് കഴുത എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. 1 ശമൂവേൽ 9-5 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു, സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യനോട്, വാ നമുക്ക് വീട്ടിൽ പോവാം, വരിക, നമുക്ക് അങ്ങോട്ട് പോവാം, തിരിച്ച് മടങ്ങി പോകാം. ഈ മടങ്ങി പോകാമെന്ന് ശൗൽ തൻ്റെ ഭൃത്യനോട് പറഞ്ഞ റീസൺ ഉണ്ട്, കാരണമുണ്ട്. എന്താ കാരണം? അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞേ, ബൈബിൾ നോക്കി 5 വാക്യം നോക്കി, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. അച്ഛാ, ശൗല് പറഞ്ഞ റീസൺ കണ്ടോ? വരിക, നമുക്ക് എന്ത് ചെയ്യാം, മടങ്ങി പോവാം. ഇറങ്ങി തിരിച്ചതിൻ്റെ മറുപടി എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. മറുപടി കിട്ടുന്നതിന് മുന്നമേ ശൗല് പറയാം, വാ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശൗലിനെ പിടിച്ച് രാജാവാക്കിയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അപ്പൻ വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മകനാണ് ശൗൽ. എൻ്റെ അപ്പൻ എന്ത് ചെയ്യാൻ പാടില്ല? ശൗലിനൊരു വെളിപ്പാടുണ്ട്. എൻ്റെ അപ്പനായ കീശിന് എൻ്റെ അപ്പൻ്റെ കഴുതകളെക്കാളും വലുത് എൻ്റെ അപ്പൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ മകനായ ഞാനാണ്. എൻ്റെ അപ്പന് എൻ്റെ അപ്പൻ്റെ കഴുതയെക്കാളും വലുത്. അപ്പൊ ശ്രദ്ധിക്കണം, രാജാവാകാനുള്ള ഒന്നാമത്തെ ഗുണം ഇവൻ അപ്പനെ വേദനിപ്പിക്കാത്തവനാണ്. ആരാണ്? ഉറച്ചു പറ. നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ല, ഉറച്ചു പറഞ്ഞേ. ബാക്കിയിരിക്കുന്ന ആൻറ്റിമാരൊക്കെ പറഞ്ഞേ. നിങ്ങളത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കാത്ത തലത്തിൽ ദൈവം ഒരുക്കി കൊണ്ടുവരും. ആമേൻ. തലമുറകൾ വേദനിപ്പിക്കുന്ന ഏതൊരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളോടാണ്. ഇന്ന് വരെ നിന്റെ തലമുറ നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്ന തലമുറയുടെ സ്വഭാവത്തെ എന്റെ ദൈവം തിരിക്കാൻ പോകുക. അപ്പൊ ശൗലിന്റെ ഒന്നാമത്തെ ഗുണം, എൻ്റെ അപ്പൻ വേദനിക്കാൻ പാടില്ല. എന്നാൽ അതേ ഇസ്രായേലിൽ ശമൂവേൽ പ്രവാചകന്റെ തലമുറകളായ യോവേലും അബിയാവും അപ്പനായ ശമൂവേലിന് എന്ത് ചെയ്യുന്നു? വേദനിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ലെന്ന് ശമൂവേലിനോട് പറഞ്ഞത് ആരാ? ആരാ പറഞ്ഞേ? അയ്യോ, എൻ്റെ കൂടെ നിങ്ങളില്ലേ? ആരാ പറഞ്ഞേ? ഇസ്രായേൽ മൂപ്പന്മാർ. ആര് പറഞ്ഞു?
നാട്ടുകാർ വന്ന് പ്രവാചകനോട് പറയാണ്, നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ല, തോന്നിയ പാടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരപ്പനോട് നാട്ടുകാർ വന്ന് പറയാം, പക്ഷേ നിങ്ങൾ ഡീസൻ്റാണ്, പ്രവാചകൻ നിങ്ങൾ ഡീസൻ്റാണ്, പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വഴി നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ അപ്പൻ്റെ ഹൃദയം വേദനിക്കോ ഇല്ലയോ? വേദനിക്കോ ഇല്ലയോ വെച്ചാ? അപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് പറയും, നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ലെന്ന് പറയുമ്പോൾ ശമൂവേൽ ഒരു പ്രവാചകനാണ്, പുരോഹിതനാണ്, ന്യായാധിപനാണെങ്കിലും ശമൂവേൽ എന്ന് പറയുന്ന അപ്പൻ്റെ ഹൃദയം ഉരുകുകയായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ അപ്പനെ വേദനിപ്പിച്ചത് ആരാ? നാട്ടുകാരെ കൊണ്ട് ഈ 2 തലമുറകൾ അപ്പനെ പറയിപ്പിച്ചില്ലേ? പക്ഷേ എന്നെ അവിടെ ചിന്തിപ്പിച്ച കാര്യമുണ്ടല്ലോ, ശമൂവേലിൻ്റെ 2 പുത്രന്മാരായി യോവേലും അബിയാവും വഴിതെറ്റിപ്പോയപ്പോഴും അപ്പൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങിച്ചപ്പോഴും ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ശുശ്രൂഷയെ ബാധിച്ചില്ല. ശുശ്രൂഷ എന്ത് ചെയ്തില്ല? ഞാൻ ചോദിക്കട്ടെ, ഒരു പാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ തലമുറ വഴിതെറ്റിപ്പോയാൽ ആ അഭിഷക്തൻ്റെ ശുശ്രൂഷയെ ബാധിക്കില്ലയോ? വഴിതെറ്റിപ്പോയ തലമുറകളുള്ള ഏതെങ്കിലും പ്രവാചകന്റെ അടുക്കൽ അടുത്ത വിശ്വാസികളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും? അഥവാ ഒരു ദൈവദാസന്റെ തലമുറ വഴിതെറ്റിപ്പോയ വിശ്വാസികൾ പറയും, ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ മക്കളെ ദേശത്തിറങ്ങി ശുശ്രൂഷിക്കാൻ പറ്റുമോ? പറയാച്ചാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലും ശമൂവേലിൻ്റെ തലമുറയായ യോവേലും അബിയാവും ചെറിയ കാര്യം തന്നെ ചെയ്തത്. ബേർശേബയിൽ ന്യായാധിപന്മാര് അധികാരം കിട്ടിയപ്പോഴാണ് ഇവന്മാരുടെ അകത്ത് കിടന്ന് വിഷം പുറത്തു വന്നത്. അതുവരെ വേറെ വലിയ പ്രശ്നം. എപ്പോൾ അപ്പൻ വയസ്സായി ഇവന്മാരെ പിടിച്ച് ന്യായാധിപന്മാരാക്കിയോ അപ്പോൾ ഇവന്മാരുടെ അകത്ത് കിടന്ന ദ്രവ്യാഗ്രഹം എന്ത് ചെയ്തു? അതുവരെ എന്ത് ചെയ്തു? അതാണ് ഈ ചിലരുടെ തനിക്കോണം അറിയണമെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ കൊടുത്തു നോക്കണം, അപ്പോൾ അറിയാം. ചുമ്മാ വന്നിരുന്ന സെക്രട്ടറി, ഇന്ന് മുതൽ അച്ഛൻ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു നോക്കി അപ്പോഴറിയാം അച്ഛൻ്റെ സ്വഭാവം. അതുവരെ മര്യാദയ്ക്ക് വന്നിരുന്ന് ആരാധിച്ചിട്ട് പോയ ആളാണ്, പിന്നെ ആരാധന ഒന്നും കാണത്തില്ല. അവിടെ സ്വോത്രമൊക്കെ പോയി. പക്ഷെ വിഷമമുണ്ടോ അതിനോട്? അപ്പം ന്യായാധിപന്മാരാക്കുന്നത് വരെ ഇവന്മാർ വലിയ പ്രശ്നമൊന്നും. പക്ഷെ എപ്പോൾ പിടിച്ച് ന്യായാധിപനാക്കിയോ ആ സമയം മുതൽ അപ്പൻ്റെ പേര് ഇവന്മാർ കളയാൻ. പക്ഷെ അങ്ങനെ ശമൂവേലിൻ്റെ പേര് എന്ത് ചെയ്തില്ല? പോയില്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം, കേൾക്കണം. ശമൂവേലിൻ്റെ പുത്രന്മാർ വഴിതെറ്റി നടന്നത് ഇസ്രായേൽ മുഴുവൻ എന്ത് ചെയ്തു? അറിഞ്ഞു. മൂപ്പന്മാർ വന്ന് ശമൂവേലിനോട് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ വഴിതെറ്റിപ്പോയെന്ന് ഇസ്രായേൽ മൂപ്പന്മാർ സകല ജനവും അറിഞ്ഞിട്ട് ഈ ഇസ്രായേൽ മൂപ്പന്മാർ രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരോടാ? ശമൂവേലിനോട്. ആരോട് ആവശ്യപ്പെട്ടു? അങ്ങനെ ശമൂവേലിനോട് ആവശ്യപ്പെടണമെങ്കിൽ തലമുറ വഴിതെറ്റി നടന്നപ്പോഴും ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്രായേൽ മൂപ്പന്മാർ അംഗീകരിക്കുന്നു എന്നല്ലേ? പറ, അംഗീകരിക്കുന്നു എന്നല്ലേ? കേൾക്കണം. ഈ തലമുറ വഴിതെറ്റിയതോടെ ശമൂവേലിനെ ഇസ്രായേൽ മൂപ്പന്മാർ അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശമൂവേലിനോട് വന്ന് രാജാവിനെ നിയമിച്ചാക്കി തരണമെന്ന് എന്ത് ചെയ്യത്തില്ല. അപ്പം ശ്രദ്ധിക്കണം, തലമുറ വഴിതെറ്റിയപ്പോൾ ആരുടെ ശുശ്രൂഷ ബാധിച്ചില്ല? അപ്പൻ്റെ ശുശ്രൂഷ. തലമുറ വഴിതെറ്റി പിതാക്കന്മാരുടെ ശുശ്രൂഷ ബാധിച്ചു പോയ ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ട് ശമൂവേലിൻ്റെ ശുശ്രൂഷയെ ബാധിക്കാത്തതെന്ന് പറഞ്ഞുതരാം. കേൾക്കണം. ഒരു തലമുറ വഴിതെറ്റി പോകുമ്പോൾ നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും കുറ്റം പറയുന്ന ആരെയാ? അപ്പനെയും അമ്മയും മാതാപിതാക്കളെ എന്ത് ചെയ്യുന്നത്? കുറ്റം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശമൂവേലിൻ്റെ പുത്രന്മാർ വഴിതെറ്റിപ്പോകാൻ ശമൂവേൽ ഈ തലമുറകളെ നേരെ ചൊവ്വെ വളർത്താട്ടുള്ളതാണ് ഇവർ വഴിതെറ്റിപ്പോയെ. ശമൂവേൽ പറഞ്ഞോടാ, ഞാൻ നിങ്ങളെക്കുറിച്ച് ബേർശേബയിൽ ന്യായാധിപന്മാരാക്കാം, നീ അവിടെ കയറി ഉടനെ കൈക്കൂലി വാങ്ങി ന്യായം മറിക്കാൻ അപ്പം പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏതെങ്കിലും മാതാപിതാക്കന്മാർ തലമുറകളെ റോങ് ആയിട്ട് വളർത്തു? ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഒരപ്പൻ കള്ളനായി പോയാലും ആ കള്ളൻ്റെ മക്കളെ വരെ ആ കള്ളൻ നന്നായി വളർത്താനേ. അവിടെ പെന്തക്കോസെന്നില്ല, ജാതിയൊന്നുമില്ല, ആരും ആയിക്കൊള്ളട്ടെ. ഈ ലോകത്തുള്ള സകല മാതാപിതാക്കളും തലമുറകൾ നേരെ എന്ത് ചെയ്യത്തുള്ളൂ? തലമുറകളെ മോശമായി വളർത്തുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ അവിടെ തലയ്ക്ക് അസുഖമുണ്ട്. എന്തുണ്ട്?
അവർ നോർമൽ അല്ല. പക്ഷേ നോർമലായിട്ടുള്ള സുബോധമുള്ള, അത് പെന്തക്കോസ് ആകട്ടെ, ജാതികനാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, തലയ്ക്ക് അസുഖമില്ലാത്ത നോർമലായിട്ടുള്ള ഏത് മാതാപിതാക്കളും മക്കളെ എങ്ങനെ വളർത്തുള്ളൂ? ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സഹോദരി ഒരിക്കലും അടുത്ത് വരുന്ന അവരുടെ തലമുറ അങ്ങനെ അവരെന്ത് ചെയ്യത്തില്ല. അവർ പറയും, മോളെ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം എൻ്റെ സാഹചര്യം എങ്ങനെയായി, പക്ഷെ മോളെ നീ ഇങ്ങനെ ഒരിക്കലും. അപ്പോൾ ഒരിക്കലും ഒരു മാതാപിതാക്കൾ തലമുറകളെ മോശമായിട്ട് എന്ത് ചെയ്യുന്നില്ല. പിന്നെ ചില തലമുറകളെ എത്ര നന്നായിട്ട് വളർത്തിയാലും ചിലതൊന്നും കയ്യിൽ എന്ത് ചെയ്യത്തില്ല. നമ്മൾ പോലും അറിയാം നമ്മുടെ റൂട്ട് വിട്ട് എന്ത് ചെയ്യും. മനസ്സിലായോ? കേൾക്കണം. റൂട്ട് വിട്ട് പോകും. എന്തുകൊണ്ട് ശൗമ്യൻ്റെ ശുശ്രൂഷ ബാധിച്ചില്ല? കേൾക്കണം. ഈ തലമുറ വഴിതെറ്റി പോയപ്പോഴും ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്രായേൽ മുഴുവനും അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണവും കൂടെ ഞാൻ പറയാം. വാക്യത്തിൽ ഈ ശൗൽ ഭൃത്യനോട് പറഞ്ഞു, വരിക നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. അടുത്ത 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൃത്യം പറയാണ്, ഈ പട്ടണത്തിൽ ആരുണ്ട്? ഒരു ദൈവപുരുഷൻ ഉണ്ട്. അടുത്ത് ശമൂവേലിനെ കുറിച്ച് ഭൃത്യം പറയുക, അവൻ ആരാകുന്നു? ഉറച്ച് പറ. അത് നിങ്ങൾ അയ്യോ അങ്ങനെ പറയില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മാന്യന്മാരായി പോയാലോ. നല്ല കാര്യമൊക്കെ പറയണം. അവൻ ആരാണ്? കുറച്ച് ബേക്കിൽ ആൻറ്റിമാരൊക്കെ പറഞ്ഞു, അവൻ ആരാ? മാന്യനാകുന്നു. മാന്യൻ എന്ന് പറഞ്ഞാൽ ഡീസന്റ്. തലമുറ വഴിതെറ്റിപ്പോയപ്പോഴും അതേ പട്ടണത്തിനകത്തുള്ള ഒരു മനുഷ്യൻ പറയുക, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ ആരാ? അപ്പൊ തലമുറ വഴിതെറ്റിയത് നാട് മുഴുവൻ അറിഞ്ഞു. എന്നിട്ടും ഭൃത്യം പറയുന്നു, ദൈവപുരുഷൻ. ആരെ? അവൻ മാന്യനാകുന്നു. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. നമ്മൾ പോകേണ്ട വഴി എന്തെന്ന് അവൻ എന്ത് ചെയ്തു? അപ്പോൾ ശ്രദ്ധിക്കണം, പുള്ളിയുടെ ശുശ്രൂഷ അതെന്ത് ചെയ്തില്ല, ബാധിച്ചില്ല. ബാധിക്കാത്തതിൻ്റെ റീസൺ കേൾക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ ഒരു ബെന്യാമിൻ ഗോത്രക്കാരനെ നിന്റെ അടുക്കൽ ഞാൻ അയക്കും, അവന് നീ എന്ത് ചെയ്യണം. ഇതാരാ പറഞ്ഞേ? ദൈവം ശമൂവേലിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ ആരുടെ അടുക്കൽ വന്നു? ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. ഈ ശമൂവേൽ ദൈവം പറഞ്ഞതുപോലെ തൈലപാത്രത്തിൽ എടുത്ത് തൈലം തൻ്റെ തലയിൽ ഒഴിച്ച് ചുംബിച്ച് ശൗലിന് എന്ത് ചെയ്യണം? അഭിഷേകം. ഏത് അഭിഷേകം? രാജകീയ അഭിഷേകം ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ശൗലിനെ ശമൂവേൽ രാജകീയ അഭിഷേകം ചെയ്യുമ്പോഴും ശമൂവേൽ പ്രവാചകൻ അറിയാവോ, ഇത് എൻ്റെ തലമുറകളായ യോവേലിൻ്റെ മേലും അബിയാവിൻ്റെ മേലും വീഴേണ്ട അഭിഷേകമാണെന്ന് ശമൂവേലിന് അറിയാവോ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ തലയിൽ തൈലപാത്രം എടുത്ത് രാജകീയ അഭിഷേകം എന്ത് ചെയ്യുന്നു? ഒഴിക്കുന്നു. ഈ അഭിഷേകം ഒഴിച്ച് ശൗലിനെ ചുംബിച്ച് അഭിഷേകം ചെയ്യുമ്പോഴും ശമൂവേലിനറിയാമോ, എൻ്റെ തലമുറയുടെ മേൽ വീഴേണ്ട അഭിഷേകമാണ് ഞാൻ ശൗലിൻ്റെ മേൽ ഒഴിക്കുന്നു എന്ന് ശമൂവേലിനറിയാവോ? അറിയാം. എന്ത് ചെയ്യാം? പറ. അറിയാം. അതേ മൂപ്പന്മാർ പറഞ്ഞു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. നടന്നിരുന്നെങ്കിൽ ആരുടെ ഒഴിക്കാം. അപ്പോൾ ശൗലിൻ്റെ തലയിൽ അഭിഷേകം ഒഴിക്കുമ്പോഴും ശമൂവേലിന് നല്ല ബോധ്യമുണ്ട്, ഇത് ആരുടെ മേൽ വീഴേണ്ടതാ? ആരുടെ മേൽ വീഴേണ്ടതാ? എൻ്റെ മക്കളുടെ മേൽ വീഴേണ്ടത്. കേൾക്കണം, സ്വന്തം തലമുറയുടെ മേൽ വീഴേണ്ട അഭിഷേകത്തെ അടുത്തൊരുത്തൻ്റെ തലയുടെ മേൽ ശമൂവേൽ ഒഴിക്കുകയാണ്. ആരൊഴിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ തലമുറ അനുഭവിക്കേണ്ട നന്മ അടുത്തൊരുത്തൻ്റെ തലമുറയ്ക്ക് കൊടുക്കൂ? കൊടുക്കൂ വച്ചാ? കൊടുക്കാൻ മനസ്സുണ്ടാവും? കൊടുക്കൂ? നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ തലമുറ അനുഭവിക്കേണ്ട നന്മ ദൈവം പറഞ്ഞിട്ടാണേലും അടുത്തൊരുത്തൻ്റെ തലമുറയ്ക്ക് കൊടുക്കൂ? കൊടുക്കൂല. കൊടുക്കൂല. അത് തന്നെ പ്രശ്നം. കൊടുക്കൂല. അവിടെ ശമൂവേൽ എന്ന് പറയുന്ന അപ്പൻ എഴുന്നേക്കും. ഇവിടെ എങ്ങനെ ഒരു പൊളിറ്റിക്സ് കളിച്ച്
അവൻ്റെ മേൽ വീഴേണ്ട അഭിഷേകം എങ്ങനെ എൻ്റെ മക്കളുടെ മേൽ കൊണ്ടുവരാം. അതാണ് നമ്മൾ പറഞ്ഞത് നാറിയ രാഷ്ട്രീയം. ഇവിടെയാണ് രാഷ്ട്രീയം എന്ത് ചെയ്യുന്നത്? മറ്റവനാണ് ദൈവം പറഞ്ഞ് കിട്ടാൻ, മറ്റവനാണ് കയറി വരേണ്ടത്. പക്ഷേ അവനെ തട്ടിയിട്ട് എങ്ങനെ എൻ്റെ മോനെ, അവിടെ എന്ത് കളിക്കും? പൊളിറ്റിക്സ് കളിക്കും. അവിടെ രാഷ്ട്രീയം കണ്ടോ? നിങ്ങൾ സ്വത്രമൊക്കെ പോയി. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയം കളിക്കേണ്ട സ്ഥലമാണ് ഇത്, സമയമാണിത്. പുള്ളി കളിച്ചോ? പറ. കാര്യം അറിയോ? പുള്ളി അങ്ങനെ കളിക്കൂല. കാരണം പുള്ളിയെക്കുറിച്ച് പറയുന്നു അവൻ മാന്യനാണ്, ഡീസൻ്റാണ്. ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടി ആരും കാണിക്കൂല. അവിടെ തലമുറയൊന്നും ആർക്കില്ല. ശമൂവേലില്ല. ശമൂവേലിന് വലുത് തലമുറയല്ല, ദൈവം പറഞ്ഞ ദൈവശബ്ദമാണ്. കേൾക്കണം. തലമുറ വഴിതെറ്റിപ്പോയിട്ടും ശമൂവേലിന്റെ ശുശ്രൂഷയെ ബാധിക്കാത്തതിന്റെ കാരണം എന്നറിയോ? ദൈവശബ്ദത്തിന് വില കൊടുക്കുന്നവനാണ് ശമൂവേൽ. ദൈവശബ്ദത്തിന് വില കൊടുക്കുന്നവനായതുകൊണ്ട് അവന്റെ ശുശ്രൂഷയെ തകർക്കാൻ തലമുറ എഴുന്നേറ്റാലും കാര്യം നടക്കത്തില്ല. ഭാര്യ എഴുന്നേറ്റാലോ, ഭർത്താവ് എഴുന്നേറ്റാലോ, സഭയിലെ വിശ്വാസി എഴുന്നേറ്റാലോ, ദേശക്കാർ എഴുന്നേറ്റാലോ, സംഘടന എഴുന്നേറ്റാലോ, ദൈവശബ്ദത്തിന് വില കൊടുക്കുന്നവനുണ്ടെങ്കിൽ അവന്റെ ഇമേജിനെ തകർക്കാൻ, അവന്റെ തലയെ തകർക്കാൻ, അവന്റെ ശുശ്രൂഷയെ ബാധിപ്പിക്കാൻ ഒരു കള്ള പ്രചരണങ്ങൾക്ക് കഴിയത്തില്ലെന്ന്. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം. ചിലപ്പം നമ്മുടെ മിനിസ്ട്രിയെ തകർക്കാൻ പിശാച് എഴുന്നേൽപ്പിക്കുന്നത് ദൂരെ കൂട്ടിയുള്ള ആളെ ആയിരിക്കത്തില്ല, നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും, നമ്മുടെ സഭയിൽ നിന്നായിരിക്കും, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ ആയിരിക്കും. കേൾക്കണേ പ്രിയരെ, ഒരു തലമുറ വഴിതെറ്റിയാൽ ശുശ്രൂഷയെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ബാധിക്കത്തില്ല നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ നേരെ നിന്നാൽ. ഇന്ന് പകൽ സഭയോട് ദൂത് പറയുക, നീ ദൈവസന്നിധിയിൽ നേരെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്ക്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. അടിയട്ടെ, അടിയട്ടെ. കുടുംബങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന സകല ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ പേരിനെ നശിപ്പിച്ച് ദേശത്ത് തലപൊക്കാൻ അനുവദിക്കാതെ വ്യാപരിക്കുന്ന നിന്നെ തകർക്കാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. നീ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? വേറെ ആരെങ്കിലാണെങ്കിൽ ശുശ്രൂഷയെ മടുത്തു പോയാനെ. ദൈവശബ്ദത്തിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഭാര്യയുടെ ഗൗരവത്തിലല്ല കിടക്കുന്നേ, മക്കളുടെ ഗൗരവത്തിലല്ല, നാട്ടുകാരുടെയും സഭക്കാരുടെ ഗൗരവത്തില്. ദൈവവുമായിട്ടുള്ള ബന്ധം വ്യക്തിപരമാണ്. വ്യക്തിപരമാണെങ്കിൽ ആ ഒരു ദിലം നീ സൂക്ഷിക്കുന്നെങ്കിൽ ആരൊക്കെ എതിരായാലും നിന്നെ പൊളിച്ചു മാറ്റാൻ പറ്റത്തില്ല. നിനക്ക് പട്ടണത്തിനകത്ത് കിട്ടേണ്ട അധികാരം ആരാ വിശ്വസിക്കുന്നേ? ഭയങ്കര തീയിനകത്ത് കത്തുന്നു. വിശ്വസിക്കുക. ഇന്ന് പകൽ നിന്റെ മേലെ അധികാരം ചലിക്കട്ടെ, അധികാരം ചലിക്കട്ടെ, അധികാരം ചലിക്കട്ടെ. ഈ വചനത്തിന് ദൂത് ചില കുടുംബങ്ങളുടെ കുരുക്ക് ദൈവം ഒഴിച്ചുകൊണ്ടിരിക്കുക. തലമുറകൾ മുഖാന്തരം അപമാനിക്കപ്പെട്ട, തല താഴ്ത്തപ്പെട്ട ചില അപ്പനമ്മമാരെന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് മകൾ പരിശുദ്ധന്മ പറയുന്നു, നിന്റെ തല താഴ്ത്തുവാൻ നിന്റെ തലമുറയ്ക്ക് കഴിയത്തില്ല. ചില തലമുറകളെ മടക്കി കൊണ്ടുവന്ന് നിന്റെ തലയെ ഉയർത്തുവന്ന് ആത്മാവാലോചന പറയുകയോ. സ്വീകരിക്കുക, സ്വീകരിക്കുക, വീഴേണ്ടത്. ഇവിടെ മേൽ ഭയങ്കര ശക്തി ഇറങ്ങുക. ഈ ദേശത്തെ എണ്ണ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ,
അപ്പന്റെ ഹൃദയം വേദനിപ്പിച്ച യോവേലിന്റെ മേലും അബിയാവിന്റെ മേലും ദൈവം അഭിഷേകം ഒഴിക്കോ? അപ്പൻ വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ശൗലിന്റെ മേലൊഴിക്കോ? ദൈവത്തിന് അവിടെ പ്രവാചകൻ വിഷയമല്ല, പ്രാർത്ഥിക്ക അമ്മച്ചി വിഷയമല്ല. ആ പട്ടണത്തിനകത്ത് അപ്പനെ വേദനിപ്പിക്കാത്തൊരു തലമുറയുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, അപ്പനെ വേദനിപ്പിക്കരുത് കേട്ടോ, ദൈവത്തെ വേദനിപ്പിക്കരുത് കേട്ടോ. പലവട്ടം വിടുതൽ ലഭിച്ചിട്ട് പിന്മാറിപ്പോകുന്ന ചില മനുഷ്യരില്ലേ, ഇന്ന് പകൽ ആത്മാ പറയുന്നു, വിടുതലിന് വേണ്ടി മാത്രമല്ല, അപ്പനെ വേദനിപ്പിക്കരുത്. നീ കൃപയ്ക്കകത്ത് കയറി നിന്നാൽ ദൈവത്തിന്റെ വെളിപ്പാട് കയറി നിന്നോണം, അപ്പന്റെ വഴിയിൽ നിന്നോണം, ഉപദേശത്തിൽ നിന്നോണം, ക്രിസ്തുവിന്റെ പിന്നാലെ ചരിച്ചോണം. നീ തകരത്തില്ല. നിന്റെ കൂടെയുള്ളവർ തകർന്നാലും, നിന്റെ രക്തബന്ധങ്ങൾ തകർന്നാലും, അപ്പന്റെ വഴിക്കകത്ത് നിൽക്കുന്ന നിന്നെ എടുത്തു മാറ്റാൻ ഒരു അന്ധകാര ശക്തികൾക്കോ, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കോ, ഒരു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്കോ കഴിയത്തില്ല. നിന്നെ അഭിഷേകം ചെയ്ത് ജയത്തിന്റെ ഗിൽഗാലിൽ പ്രവാചകൻ കൊണ്ടിരുത്തും. ജയത്തിന്റെ ഗിൽഗാലിലിരിക്കും. കേൾക്കണം, സമയം പോയി. 5 മിനിറ്റ് കൂടെ ഒരു കാര്യം കൂടെ പറയാം. പ്രാർത്ഥിക്കാൻ പോവാ. എഴുന്നേറ്റ് നിങ്ങൾ ആ പിറകെ നിൽക്കുന്ന സഹോദരിമാരൊക്കെ മുമ്പോട്ട് കയറി വന്നു. ഈ ദൂത് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. പുറകെ നിൽക്കുന്നവരൊക്കെ മുമ്പോട്ട് വന്നു കയറി. ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് വലിയൊരു അഭിഷേകത്തെ പകരാൻ പോവാ. നിന്റെ തലയെ കുനിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ ഒരു വെളിപ്പാട് ഈ സഭയുമായി ബന്ധത്തിൽ തരും. അഭിഷേകം ഇന്നലകളിൽ ഇവിടെ വന്ന് ആരാധിച്ച ചിലർ തന്നെ ദൈവസഭയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ ദൈവദൂഷണം പറഞ്ഞു. തലയെ താഴ്ത്തിക്കെട്ടാൻ, ശുശ്രൂഷയെ തകർത്ത് കളയാൻ നിൽക്കുന്ന ജാതികളിൽ നിന്നല്ല, ഇതിനകത്ത് വന്ന് പോയവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഒരു പോരിനെ പരിശുദ്ധാത്മാവ് കാണും. ആ പോരിനെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വെട്ടുകയാണ്. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. യോവേലും അബിയാവും വിചാരിച്ചു കഴിഞ്ഞാൽ തകർക്കാൻ പറ്റുന്നതല്ല ശമൂവേലിന്റെ ശുശ്രൂഷ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ വഞ്ചിക്കുന്നവർ വിചാരിച്ചാൽ തീരുന്നതല്ല. ഇന്ന് പകൽ നിന്റെ മേൽ അഭിഷേകം എത്തുന്ന ദൈവമാണെങ്കിൽ നിന്റെ തലയ ദേശത്തിനെ ഉയർത്തിപ്പിടിക്കും. ഇന്ന് പകൽ ഭയങ്കര അഭിഷേകത്തിന്റെ ചലനം ഇതിനകത്ത് സംഭവിക്കുകയാണ്. പ്രത്യേകമായ നിയോഗത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇന്ന് ഒരു കൂട്ടത്തെ ദൈവാത്മാവ് വേർതിരിക്കുന്നു. കേൾക്കണം, എന്തുകൊണ്ട് ശൗലിന്റെ മേൽ അഭിഷേകം വീണു? കൃത്യം പറഞ്ഞു, ഈ പട്ടണത്തിനകത്തൊരു ദൈവപുരുഷനുണ്ട്. അവൻ മാന്യനാണ്. അവൻ പറഞ്ഞതല്ല ഒത്തുവരുന്നു. വാ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം, പോകാം. അപ്പോൾ ശൗൽ ഭൃത്യനോട് പറഞ്ഞതാ, ഓക്കെ പോകാം, പക്ഷെ വെറും കൈയോടെ എങ്ങനെ? ആ പ്രവാചകന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു സമ്മാനവും. അപ്പോഴാ ഭൃത്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്തുണ്ട്? 1/4 ശേക്കൽ വെള്ളിയുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. കേൾക്കണം, ശൗലിന്റെ രണ്ടാമത്തെ ഗുണം, ഇവൻ വേടിച്ചു മാത്രം ശീലമുള്ളവനല്ല, ഇവൻ കൊടുത്ത് ശീലമുള്ളവനാണ്. ഇവൻ ആരാണ്? ഒരു രാജാവാകുമ്പോൾ രാജാവിൽ നിന്നാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അവന്റെ മനസ്സ് കണ്ടോ? പക്ഷേ ശമൂവേലിന്റെ പുത്രന്മാരായ യോവേലിനും അബിയാവിനും കൊടുത്ത് ശീലമില്ല. പിന്നെ ദുരാഗ്രഹത്ത് കയറി, പക്ഷെ നേരെ മേടിക്കത്തില്ല. എങ്ങനെ വാങ്ങിക്കത്തുള്ളൂ? അടിയിൽ കൂടെ മേടിക്കത്തുള്ളൂ. കാരണം വാങ്ങിക്കുന്നത് കൈക്കൂലിയാണ്, വിഹിതമല്ലാത്ത കാശ്. ഞാൻ ചോദിക്കട്ടെ, കൈക്കൂലി വാങ്ങിക്കുന്ന യോവേലിന്റെ മേലും അബിയാവിന്റെ മേലും അഭിഷേകം ഒഴിക്കൂ. പക്ഷെ പ്രവാചകന്റെ അടുക്കൽ വെറും കൈയോടെ പോകാൻ വിസമ്മതം കാണിച്ച ശൗലിന്റെ മേൽ അഭിഷേകം ഒഴിക്കോ? ആരുടെ മേലൊഴിക്കും?
അവൻ്റെ അകത്ത് കിടന്ന ബോധ്യം കൊണ്ടോ? ഈ ചെറിയ കാര്യങ്ങൾക്കകത്തു വരെ ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ആര്? ശൗൽ. പുള്ളി പറഞ്ഞ പദം കണ്ടോ? ആദ്യത്തെ പദം വലിയ സംഭവമൊന്നുമല്ല. സമയത്തിന് വീട്ടിൽ പോയില്ലെങ്കിൽ അപ്പം വേദനിക്കും. എൻ്റെ അപ്പൻ ഒരു ചെറിയ കാര്യത്തിൽ പോലും വേദനിക്കാൻ. ഇതിൻ്റെ അർത്ഥം അപ്പനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്കുണ്ട്? ശൗലിനുണ്ട്. യോവേലിനും അബിയാവിനും കൈക്കൂലി വാങ്ങുമ്പോൾ അപ്പനെ കുറിച്ചുള്ള വെളിപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അനീതിയിലായിരുന്നു. എടാ, എൻ്റെ അപ്പൻ പ്രവാചകനാണ്, പുരോഹിതനാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വെളിപ്പാട് ഇവന്മാർക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഞാൻ ഇന്ന് പകൽ പറയാം, നീ ആരാധിക്കുന്ന ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മുടെ കർത്താവിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നീ സമൂഹത്തിനകത്തിറങ്ങി ജീവിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യരുത്. അപ്പന്റെ വഴി വിട്ടൊരു കാര്യം ചെയ്യരുത്. നീ ദൈവ വൈദ്യനാണെങ്കിൽ ആ തലത്തിൽ ജീവിച്ചോണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ മേൽ സ്വർഗം അഭിഷേകത്തെ ഒഴിക്കും. സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം. ആ സിസ്റ്റർ മുന്നോട്ട് വന്ന് ആ ബേക്കിൽ നിൽക്കുന്ന തലയിൽ തുള്ളിയിടത്ത് വന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ ഉറപ്പിക്കും. ഇന്ന് ഫ്രണ്ടി വന്നു, ഇവിടെ വന്നു. ഈ ദൂത് പറയുമ്പോൾ തന്നെ നിന്റെ വീട്ടിനകത്ത് ഭയങ്കര ദൈവശക്തി ഇറങ്ങാം. ഒരു സർപ്പം വന്ന് മരുന്ന് കെട്ടിയതുപോലെ നിന്നെ തകർക്കാൻ നിൽക്കുന്ന ഒരു വെല്ലുവിളിയെ ദൈവാത്മാവ് കാണിക്കുന്നു. അത് ഇന്ന് പകൽ ദൈവാത്മാവ് അഴിക്കും. നിന്റെ വീട്ടിനകത്ത് നിനക്ക് സമാധാനമില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് വരെ വിള്ളരിട്ട് നീ ചെയ്യാത്ത ചില കുറ്റങ്ങൾ നിന്റെ തലമേൽ വന്ന് നിന്റെ തലയെ കുനിപ്പിച്ചു കളയുന്നുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നീ മുന്നോട്ട് പോകാൻ ഇന്ന് പകൽ സമർപ്പിച്ചോണം. ഇന്ന് നീ അനുഭവിക്കുന്ന സകല പ്രശ്നത്തെ കർത്താവ് എടുത്തു മാറ്റും. പക്ഷെ ഇന്ന് പകൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യേശുവിന് വേണ്ടി നിന്റെ ലൈഫ് കൊടുക്കണം. നിന്റെ ഇന്നലത്തെ ചരിത്രങ്ങളെ നോക്കാതെ ദൈവം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കും. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ആ സർപ്പത്തിന്റെ ശക്തി ഇന്ന് പകൽ അഴിയ. ഈ സഹോദരിയെ ദൈവമാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചോളാം സിസ്റ്റർ. ഈ യേശുവിനെ വിടരുത് കേട്ടോ. നിനക്കിനി ഒരിടത്തും രക്ഷയില്ല, ഇവിടെ രക്ഷയുള്ളൂ. നീ പലയിടങ്ങളിൽ അലഞ്ഞവളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇത് നിന്റെ വിടുതന്റെ പകലാണ്. നിന്നിൽ നിന്ന് ഒരു നിന്നയുടെ കല്ലിനിടയിൽ ഉരുട്ടി മാറ്റാൻ പോവാം. നിന്റെ ദേശത്ത് നീ തലപൊക്കത്തില്ലെന്ന് വാദിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അതിന് ദൈവാത്മാവ് ഇന്ന് പകൽ അഴിക്കും. ഇത് പറയുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിനകത്തുള്ള രോഗബന്ധനങ്ങൾ കെട്ടവഴിക്കുക. ഉദര സംബന്ധമായ ഒരു കെട്ടിനെ ദൈവാത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ച് ഭയങ്കര ഒരു ജയം ദൈവാത്മാവ് നിനക്ക് തരികയാണ്. പ്രാർത്ഥിച്ചോ, സഭ പ്രാർത്ഥിച്ചോ. ഇത് ജയത്തിന്റെ പകലാണ്. ഇത് ജയത്തിന്റെ പകലാണ്. കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ മറവിൽ കരമടിച്ച് യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. മനുഷ്യരിലാശ്രയമോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. സമൂവേലെന്ന അഭിഷിക്തനിൽ പകർന്നെടുക്കപ്പെട്ടതായ അഭിഷേകം, ശാപത്തിന്റെ മകനായ എലീശായുടെ മേൽ പകർന്നൊടിയ അഭിഷേകം ഇന്ന് പകൽക്കാലത്തിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പുറകിൽ യാത്ര ചെയ്ത എലീശായെ ദൈവം ഉപയോഗിച്ചതുപോലെ ഒരു പട്ടണത്തിന്റെ തെരുവീതികളിൽ എലീശായെ ദൈവം ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ
ദൈവിക വിടുതൽ, ഒരു ദൈവിക സമാധാനം നിന്റെ കുടുംബങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. തലമുറകളെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരധികാരത്തിന്റെ കൈമാറ്റം right now. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് സ്വീകരിക്കുക. ദൈവിക വിടുതലുകളെ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചില മേഖലക്കകത്ത് കാട്ടുപള്ളി വൃക്ഷത്തിൽ ചുറ്റി കിടക്കുമ്പോൾ അടിച്ചിറക്കുന്നത് പോലെ വചന വെളിപ്പാട് ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ അടിഞ്ഞിറങ്ങുന്നത് പോലെ അത് ചില പഴകിയ ബന്ധനങ്ങൾ, പാരമ്പര്യ ശക്തികൾ, പൂജാഗിരികൾ യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങി കത്തുന്നു. ആരാധിച്ച് അല്പസമയ കരമടിച്ച് ആരാധിച്ച് 2 മിനിറ്റ് കൂടി ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഹാലേലൂയ ചൂടടയാളം നിന്റെ ശരീരത്തിലേക്ക് അവൻ പകർന്നൊഴുകുകയാ യേശുവിന്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. നിനക്ക് വേണ്ടി അഭിഷേകം ചെയ്യുവോ? നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ, നിന്റെ തലമുറയെ വിടുവിപ്പാൻ ദൈവം ഒരു ശമൂവേലിന് അഭിഷേകം ചെയ്തതുപോലെ ഇന്ന് പകൽ നിന്റെ മേൽ അഭിഷേകം പകരുകയാ. അവൻ ശമൂവേലിന്റെ മേൽ പകർന്ന അഭിഷേകം ആയിരക്കണക്കിന് ജനത്തെ നേടിയെടുക്കുവാൻ, അവൻ രാജ്യത്തിന്റെ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുവാൻ, തൈലക്കൊമ്പ് കൊണ്ട് ചൊഴിക്കപ്പെടുവാൻ ശമൂവേലിൽ കൂടി പകർന്നൊഴുകപ്പെട്ട അഭിഷേകം ഈ 6ാമത്തെ പകലിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, കരമടിച്ചുകൊണ്ടിരിക്കുന്ന, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ അകത്തൊളിഞ്ഞു കിടക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ, അകത്ത് മറഞ്ഞു കിടക്കുന്ന ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ചാലിച്ച് പുറത്തു പാടാം. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ നാമത്തിൽ വിഗ്രഹ ആരാധനയുടെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തീ കയറുന്നു. നിന്റെ കുടുംബത്തിന് വിരുദ്ധമായി നിന്റെ തലമുറയെ അവൻ ടാർഗറ്റിട്ടെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ മേൽ വീഴുന്ന അഭിഷേകം ആമേൻ ആമേൻ ആമേൻ. ബറകല ശകലക റിഗലക റിബലബ ശിഗലബ റബലബ ചുദബല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിമള തൈലത്താൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാ. പരിമള തൈലത്താൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാ. മൂപ്പന്മാരുടെ സാന്നിധ്യത്തിൽ ഇശായിയുടെ ഭവനത്തിൽ വെളിപ്പെട്ട ആരാധനയുടെ സാന്നിധ്യം ആ തൈലക്കൊമ്പ് ചലിച്ചു തുടങ്ങിയതുപോലെ അഭിഷേകമുള്ളവൻ പന്തിയിൽ കാല് വയ്ക്കുമ്പോൾ തൈലക്കൊമ്പ് ചലിച്ചു തുടങ്ങിയതുപോലെ അവഹല്ലി ആരാധന അനുഭവിച്ച് നിന്റെ പുരക്കകത്ത് നീ കാല് ചവിട്ടുമ്പോൾ ചില കുടിയിരിപ്പിന്റെ വ്യാപാരങ്ങൾ നിന്റെ തലമുറകളിൽ നിന്റെ ഭർത്താക്കന്മാരുടെ മേൽ, നിന്റെ ഭാര്യമാരുടെ മേൽ അവയെ പതിയിരിക്കുന്ന രഹസ്യഭാവങ്ങൾ നിന്റെ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ വഴിയെ മുടക്കിക്കളഞ്ഞ, നിന്റെ സ്വസ്ഥത ഇല്ലാതാക്കി കളഞ്ഞ പൈശാചികന്റെ ആധിപത്യങ്ങൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം ഒരു നിമിഷം കൂടി അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഈ 6ാമത്തെ പകലിൽ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചല്ലോ. വചനത്തിൽ നിന്നുകൊണ്ട്, വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചില കുടുംബങ്ങളുടെ കെട്ടിനെ അഴിപ്പാൻ ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. നീ പ്രതീക്ഷിച്ചു വന്നതുപോലെയല്ല, ഇതിനകത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി, തളർന്നുപോയ മനസ്സുമായി, തലമുറകളെ കുറിച്ച് നാളുകളായി നിനക്ക് കണ്ണുനീര് മാത്രമേ നീ കുടിച്ച് കിടന്നവൾ, നീ പല ആരാധനയ്ക്കും കടന്നുപോയി, അന്യാരാധനകൾക്കും കടന്നുപോയിട്ട് നിന്റെ വിഷയത്തിന് മറുപടിയില്ലാതെ ഇനി ജീവിക്കേണ്ട, മരിച്ചാ മതി എന്ന് വരെ ചിന്തിച്ച മേഖലയ്ക്കകത്ത് ദൈവം ഇന്ന് വചനമയച്ച് നിന്നെ ബലപ്പെടുത്തിയിരിക്കുകയാ. കർത്താവേ, നിന്റെ വിടുതൽ എവിടെയാണോ ആയിരിക്കുന്നത്, നിന്റെ തലമുറ എവിടെയാണ് ദുഷ്ടൻ പിടിച്ചമർത്തി വെച്ചത്, യേശുവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടിനെ അടിച്ച് ഹല്ലേലൂയ ദൈവം എടുത്തതുപോലെ നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ദൈവം ഈ 6ാമത്തെ പകലിൽ മറുപടി അയച്ച് ആ പ്രാർത്ഥനയുടെ മണ്ഡലം തുറന്ന് ലഭിക്കേണ്ടതിനും ദേശത്തിൽ നീ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കപ്പെടേണ്ടതിനും സ്തോത്രം, നിന്നിൽ കൂടി അനേകരെ ക്രിസ്തുവിനെ അറിയപ്പെടേണ്ടതിനും
ആറാമത്തെ പകൽ തൻ്റെ മക്കളെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ശുശ്രൂഷിച്ച ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ, നന്ദി കർത്താവേ. ഇന്ന് ഈ ശുശ്രൂഷ പ്രാപിക്കപ്പെട്ട നിന്റെ മക്കൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. രോഗികളായി വന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യവും വിടുതലും ദൈവം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഇന്ന് പകൽക്കാലം നാം അനുഭവിച്ച മകനീയമായ ശുശ്രൂഷയുടെ മേലും നമ്മുടെ മടക്ക യാത്രയിൽ എപ്പോഴും എക്കാലം ഇരിക്കുമാറാകട്ടെ. ആമേ. ഇത്രത്തോളം ചെയ്തെന്ന കർത്താവിന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി മുഖത്തും കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വരണമേ. പ്രൈസ്.